ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് മറിയാമ്മ തോമസ്. ഞാൻ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് വരുന്നു. 2022 ജൂലൈ 19 ഞാൻ ഈ കൃപാസനം പള്ളിയിൽ വരുന്നത്. അതിനു മുമ്പ് 2022 മാർച്ച് 31 എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നിയോഗങ്ങളൊന്നും പ്രത്യേകിച്ച് സമർപ്പിക്കാനില്ലെങ്കിലും എനിക്ക് വിട്ടുമാറാത്ത സർവൈക്കൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. സർവൈക്കൽ ഡിസ്ക് പ്രൊലാപ്സും സ്പോണ്ടിലോസിസും ഒക്കെ ഉള്ള കാരണം 2 കൈക്കും ഭയങ്കര മരവിപ്പും കഴുത്തിനൊക്കെ ഭയങ്കര വേദനയും തലവേദനയുമായിരുന്നു. ജോലിയൊക്കെ ചെയ്യുന്നതിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സർവൈക്കൽ കോളറൊക്കെ വെച്ചിട്ടും ഗ്യാബാപെൻഡിൻ എന്ന് പറഞ്ഞ ടാബ്ലറ്റും വേറെ പെയിൻ കില്ലേഴ്സൊക്കെ എടുത്തിട്ടായിരുന്നു ഞാൻ ഡ്യൂട്ടിക്ക് പോകാറുണ്ടായിരുന്നത്. ഈ ഓൺലൈൻ ഉടമ്പടി എടുത്ത് അന്ന് വീട്ടിൽ ചെന്നപ്പം എൻ്റെ ഏറ്റവും വലിയ ഇഷ്യൂ എനിക്ക് കിടന്നുറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഈ വേദന ഉള്ളതുകൊണ്ട്. അന്ന് രാത്രി ഞാൻ നല്ല യെല്ലോ ആണോ പർപ്പിളാണോ ബ്ലൂ ആണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ, അത്ര നല്ല പ്രകാശമുള്ള ഭയങ്കര സമാധാനവും സന്തോഷവുമുള്ള ഒരു അന്തരീക്ഷത്തിൽ ഞാൻ കിടന്നുറങ്ങി. വർഷങ്ങൾക്ക് ശേഷം ഞാൻ സമാധാനത്തോടെ ഉറങ്ങിയ ഒരു ദിവസമായിരുന്നു ആ ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ട് ചെന്ന ദിവസം. ഒരാഴ്ചയോളം അതേ രീതിയിൽ തന്നെ എൻ്റെ ജീവിതം പോയി. ഒരാഴ്ചയ്ക്ക് ശേഷം ഞാനൊരു സ്വപ്നം കണ്ടു. കുപ്പിച്ചില്ലുകൾ തകർന്നിട്ട് ഒരു രൂപ എൻ്റെ അടുത്തേക്ക് നടന്നു വരുന്നു. അത് ദൈവമാതാവായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ വിചാരിച്ചു ഭൂതം എൻ്റെ അടുത്തേക്ക് നടന്നു വരുന്നതെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ കൈയും കൊണ്ട് അതിനെ ഓടിച്ചു വിടാൻ നോക്കി. അതിനുശേഷം എനിക്ക് ആ ഒരു ഫീലിങ്സ് ഉണ്ടായില്ല. തുടർന്ന് ജൂലൈ ഞാനും എൻ്റെ മക്കളും നാട്ടിലേക്ക് വന്നു വെക്കേഷന്. എൻ്റെ ഹസ്ബൻഡ് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് വന്നത്. ഈ പള്ളിയിൽ വന്ന് ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഞാൻ ഈ രൂപം കാണുമ്പം എൻ്റെ ദൈവമാതാവാണ് എൻ്റെ അടുത്തേക്ക് ഈ കുപ്പിച്ചില്ലിൽ പൊട്ടിച്ച് ഇറങ്ങി വന്നത്. എന്നിട്ട് എൻ്റെ ദൈവമാതാവിനെ ഞാൻ ഭയന്ന് ഓടിച്ചല്ലോ എന്നുള്ളൊരു ഭയങ്കര വിഷമം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും മാതാവിൻ്റെ കൃപ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ള ജീവിതം മുൻപോട്ട് എന്നെ കാണിച്ചു തന്നത്. അതുവരെ വെൽ സെറ്റിൽഡായിട്ട് പോയിരുന്ന എൻ്റെ ജീവിതം നിമിഷങ്ങൾ കൊണ്ട് എല്ലാം താറുമാറാകുന്ന ഒരവസ്ഥയിലൂടെ പോയി. ഗൾഫിൽ നിന്ന് നാട്ടിൽ വന്ന് എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, നമുക്ക് വലിയൊരു കടബാധ്യത ഉണ്ട്, അപ്പം നീ അതിൻ്റെ പേര് വിഷമിക്കേണ്ട, നമ്മുടെ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി വിറ്റാൽ തന്നെ അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടും എന്ന് പറഞ്ഞു. പക്ഷേ പ്രോപ്പർട്ടി വിൽക്കാനൊക്കെ നോക്കിയിട്ട് ഒന്നും നടന്നില്ല. തിരികെ ഞാനും എൻ്റെ മൂത്ത മോളും ഗൾഫിലേക്ക് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞ് എങ്ങനെ കാര്യങ്ങൾ മുമ്പോട്ട് പോകും? ഹസ്ബൻഡിൻ്റെ ജോലിയില്ല, ഒരാളുടെ ജോലിയിൽ 3 കുഞ്ഞുങ്ങളുടെ കാര്യം, ബാക്കിയുള്ള എല്ലാം നടത്തണം. ഞാൻ എൻ്റെ കയ്യിൽ ബാക്കിയുള്ള പൈസ എടുത്ത് മുട്ടുമേൽ കുത്തി കൈ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ജോലിക്ക് കയറുമ്പോൾ ഇമെയിൽ ഓപ്പൺ ആക്കുമ്പോൾ ഞാൻ കാണുന്നത് ഞാൻ ഇൻചാർജായിട്ടാണ് അവിടെ ജോലി ചെയ്യുന്നത്. 12 വർഷം ഞാൻ ജോലി ചെയ്തിട്ട് പോലും ഞങ്ങൾക്ക് ഓവർ ടൈം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ മെയിലിൽ എഴുതിയിരിക്കുന്നു, ഇനി മുതൽ ഇൻചാർജുമാർക്ക് ഓവർ ടൈം ചെയ്യാൻ പറ്റും എന്ന്. ഒരു സ്ഥലത്ത് വരുമാനം നിലച്ചപ്പോൾ ഇപ്പോഴത്തെ സ്ഥലത്ത് ദൈവം അത് കൂട്ടി തന്നു. അപ്പം ഞാൻ എൻ്റെ ദൈവത്തിനെ സ്തുതിച്ചു. വചനമെടുത്ത് ഞാൻ വായിച്ചപ്പോൾ എനിക്ക് കിട്ടിയത്, ക്ഷാമകാലത്ത് ഏലിയാ പ്രവാചകനെ ദൈവം എങ്ങനെ കരുതിയോ അതുപോലെ ആ 2022 ഒക്ടോബർ മുതൽ തുടങ്ങിയ ഓവർ ടൈം ഇന്ന് ഈ മാസം വരെയും, ഈ ലാസ്റ്റ് ഏപ്രിൽ 30 ഞങ്ങൾ നാട്ടിൽ വരുന്നത്, ആ സമയം വരെയും അത് തുടർന്നുകൊണ്ടേയിരുന്നു. ഏപ്രിൽ 30 എൻ്റെ ഹസ്ബൻഡിൻ്റെ അവിടുത്തെ എല്ലാ ഇഷ്യൂസും തീർന്ന് പുള്ളിക്കും നാട്ടിൽ ഞങ്ങളുടെ ഒപ്പം വരുവാനും ഞങ്ങളുടെ കുഞ്ഞിൻ്റെ ഹോളി കമ്മ്യൂണിയൻ നാട്ടിൽ വെച്ച് നടത്തണമെന്നായിരുന്നു ആഗ്രഹം. കഴിഞ്ഞ വർഷമേ അവൾ അതിന് വേണ്ടി പഠിച്ചൊരുങ്ങിയതാണ്. പക്ഷെ ഞങ്ങൾക്ക് വരാൻ പറ്റിയില്ല. ഈ വർഷം അത് വലിയൊരു വിഷമമായിട്ട് ഞങ്ങൾ പ്രാർത്ഥനയോട് സമർപ്പിച്ച്, ഉടമ്പടി പ്രാർത്ഥനയിലെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ ഇടവക പള്ളി ചോദിച്ചപ്പോൾ മെയ് 3 ഇവിടുത്തെ ഹോളി കമ്മ്യൂണിയൻ എന്ന് പറഞ്ഞു. ഏപ്രിൽ 30 തന്നെ അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് ക്ലിയറായി കിട്ടുകയും ഏപ്രിൽ 30 ഞാനും എൻ്റെ മക്കളും, തുടർന്ന് നെക്സ്റ്റ് ഡേ ഹസ്ബൻഡ് നാട്ടിൽ വന്നു. മെയ് 3 ഞങ്ങളുടെ കുഞ്ഞിൻ്റെ ഹോളി കമ്മ്യൂണിയൻ നടത്തുവാനും ഉള്ള കൃപ ദൈവം ഞങ്ങൾക്ക് ഒരുക്കി തന്നു. നോട്ട് ബൈ മെറിറ്റ്, ബൈ ഗ്രേസ് ഓഫ് ഗോഡ്. എല്ലാ സമ്പത്തും എനിക്കുണ്ട്, എങ്കിലും എൻ്റെ ആവശ്യ സമയത്ത് എനിക്കതൊന്നും ഉപകാരപ്പെട്ടില്ല. അതിൻ്റെ ഒരഹന്ത എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ദൈവമാണ് നിനക്ക് എല്ലാത്തിലും വലുത് എന്ന ദൈവം എനിക്ക് കാണിച്ചു തരുന്ന സമയമായിരുന്നു. ആ സമയത്ത് ഓവർ ടൈം എനിക്ക് ഒരുക്കി തന്നതിലൂടെ എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊക്കെയും ചെയ്യുവാൻ യാതൊരു ബുദ്ധിമുട്ടും എനിക്കുണ്ടായില്ല. അതെനിക്ക് ഭയങ്കര ലൈറ്റ് വെയ്റ്റിംഗ് ആയിട്ട് അച്ഛൻ പറയുന്ന ഉടമ്പടിയിൽ പറയുന്ന പോലെ അതൊക്കെയും എനിക്ക് അതേ രീതിയിൽ അനുഭവപ്പെട്ടു. പിന്നെ എനിക്ക് സംഭവിച്ചത്, എൻ്റെ മോൻ്റെ 5 വർഷമായിട്ടുള്ള അലർജി രോഗമായിരുന്നു.
അവന് ചിക്കൻ, എഗ്സ്, ഓൾ കൈൻഡ്സ് ഓഫ് നട്ട്സ് എന്ത് കഴിച്ചാലും അവന് അലർജിയും പനിയും വരുമായിരുന്നു. നിങ്ങൾക്കറിയാം, പ്രത്യേകിച്ച് അവിടെയൊക്കെയുള്ള രാജ്യങ്ങളിൽ എല്ലാ ഫുഡുകളും അങ്ങനത്തെ തന്നെയാണ്. പക്ഷേ ഇവിടുന്ന് കൊണ്ടുപോയി ഉടമ്പടി തൈലവും ഉപ്പും, അവന് ഉപ്പിട്ട് ഭക്ഷണം കൊടുക്കും. അതേപോലെ ഉടമ്പടി തൈലം അവന് പുരട്ടും. അതിൻ്റെ ഭാഗമായിട്ട് 1 മാസത്തിനുള്ളിൽ തന്നെ കുഞ്ഞിൻ്റെ ആ അലർജി മാറി. ഇപ്പം 2 വർഷത്തോളമായി അവൻ ചിക്കനും എഗ്ഗും നട്ട്സും എല്ലാം കഴിക്കും. അങ്ങനെയുള്ള യാതൊരു ബുദ്ധിമുട്ടും അവന് പിന്നെ ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ എന്ന വ്യക്തി, എന്നിലുള്ള അഹങ്കാരം, അഹന്ത, വിദ്വേഷം ഇതൊക്കെയും മാറ്റി എന്നെ എളിമപ്പെടുത്തി എന്നെ ദൈവത്തിങ്കിലേക്ക് ദൈവം കൂടുതൽ അടുപ്പിച്ചു. മാതാവ് ഒരു തണൽ പോലെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഈ 2.5 വർഷക്കാലം പല പ്രതിസന്ധികളിലൂടെയും ഞങ്ങൾ കടന്നു പോയെങ്കിലും അതിലൊക്കെ ധൈര്യം തന്ന്, നിൻ്റെ ഭാരം കർത്താവിനെ ഫലമേൽപ്പിക്കുക, അവിടുന്ന് അത് ഏറ്റുകൊള്ളും, നീതിമാൻ കുലുങ്ങുവാൻ അവിടുന്ന് സമ്മതിക്കുകയില്ലെന്ന് സാംസ് 55:22 പറയുന്നത് പോലെ ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ ഭാരം ഏറ്റെടുത്തു, എൻ്റെ ഭാരങ്ങളെല്ലാം ലഘൂകരിച്ച് തന്നു. ഇന്ന് നിങ്ങളുടെയൊക്കെ മുമ്പിൽ സാക്ഷ്യം പറയുവാൻ ദൈവം എനിക്ക് കൃപ തന്നു. വിശുദ്ധ കുമ്പസാരം എന്ന ശുശ്രൂഷയിലൂടെ എനിക്ക് ക്ഷമിക്കുവാൻ കഴിയാത്തതായിട്ടുള്ള പല മേഖലകളുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ വിശുദ്ധ കുമ്പസാരത്തിൽ ഏറ്റു പറഞ്ഞു. ആ ഏറ്റു പറഞ്ഞതിൻ്റെ ഫലമായി കുമ്പസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ ഷോൾഡറിൽ നിന്ന് ഓൾമോസ്റ്റ് 25 kg വെയിറ്റ് എടുത്തു മാറ്റപ്പെട്ട് എൻ്റെ ഹൃദയത്തിലൊരു തുള വന്നിട്ട് ഒരു കൈമുട്ടി ആ ഹൃദയത്തിലൂടെ കയറിപ്പോകുന്ന ഞാൻ കണ്ടു. അതിനുശേഷം ഇപ്പോൾ ഒരു 1.5 വർഷമായി ഇതുവരെയായിട്ടും എനിക്ക് ഷോൾഡർ പെയിനോ ഹെവിനെസ്സോ ഉണ്ടായില്ല. അപ്പോൾ എനിക്കുണ്ടായ തിരിച്ചറിവ്, മറ്റുള്ളവരോടുള്ള വിദ്വേഷവും പകയും ഒക്കെയാണ് നമ്മുടെ ശരീരത്തെ പകുതിയിൽ കൂടുതൽ അസുഖങ്ങളായിട്ട് കൊണ്ടു നടക്കുന്നത്. എല്ലാവരെയും സമർപ്പിച്ച്, നമ്മളെ വേദനിപ്പിക്കുന്നവരെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനും എല്ലാവരോടും ക്ഷമിക്കുവാനുമുള്ള കൃപ ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്നു. കാരുണ്യ പ്രവർത്തികളായിട്ട് ഇവിടുന്ന് കിട്ടിയ പത്രം പറ്റുന്ന പോലെ നാട്ടിൽ കൊടുക്കാൻ ഓരോ കടകളിലൊക്കെയും കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞ് വിദേശത്ത് കൊണ്ടുചെന്ന് എൻ്റെ കൂട്ടുകാരും പരിചയപ്പെട്ടവരുമായിട്ടൊക്കെയും ഇങ്ങനെയുള്ള അനുഭവങ്ങളും എൻ്റെ അനുഭവ സാക്ഷ്യങ്ങൾ അവരോടൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അവർക്കതെല്ലാം കൊടുക്കുകയും അവരെയൊക്കെയും ഇവിടെ വന്നെടുക്കാൻ അവർക്ക് പറ്റിയില്ല. പക്ഷെ അവർ ഓൺലൈൻ ഉടമ്പടിയായിട്ട് അവിടെ എടുത്തു. പിന്നെ പഠിക്കുവാനായിട്ട് സാമ്പത്തിക ശേഷിയില്ലാതുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുവാൻ ദൈവം ഞങ്ങളുടെ കരങ്ങളെ ബലപ്പെടുത്തി. സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ ഞങ്ങളുടെ ജീവിതം കടന്നു പോകുമ്പോഴും സാമ്പത്തികമായി തന്നെ മറ്റുള്ളവരെ സഹായിക്കുവാൻ ദൈവം ഞങ്ങൾക്ക് കൃപയും കരുണയും ഒരുക്കി തന്നു. അതേപോലെ എൻ്റെ മാതാപിതാക്കൾക്ക് നല്ലൊരു ഭവനം വേണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഈ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ അതും ദൈവം ഒരുക്കി. ഇപ്പം 2ാം നിലയുടെ പണി നടന്നുകൊണ്ടിരിക്കുക. അപ്പം മമ്മി എന്നോട് എങ്ങനെ നടക്കും മകനെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയുമായിരുന്നു, അമ്മ, നോട്ട് ബൈ മെറിറ്റ്, ബൈ ഗ്രേസ് ഓഫ് ഗോഡ് എന്ന് തെളിയിക്കാനാണ്. ഈ ഭവനത്തിന് ഞങ്ങൾ മക്കൾ ആരും ഉത്തരവാദിത്വം ഏറ്റെടുക്കാനില്ല. ഇത് ദൈവം നിങ്ങൾക്കായി പണിതു തരുന്ന ഭവനമാണ്. അത്രമേൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴം എത്തിക്കുവാൻ ഈ കടന്നുപോയ ജീവിത സാഹചര്യങ്ങളിലൂടെ ഇവിടെ വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചതിലൂടെ ദൈവമാതാവും ഈശോയും ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും കൃപ തന്ന് അനുഗ്രഹിച്ചു. ജോബ് 11:18 പ്രത്യാശ ഉള്ളതുകൊണ്ട് നിനക്ക് ആത്മവിശ്വാസം ഉണ്ടാകും, നീ സംരക്ഷിക്കപ്പെടുകയും സുരക്ഷിതമായി വിശ്രമിക്കുകയും ചെയ്യും. മറിയാമ്മ തോമസ് എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച ദൈവാനുഭവങ്ങളെ സാക്ഷ്യപ്പെടുത്തുന്നു. മകൾ ആദ്യം ഓൺലൈൻ ഉടമ്പടിയാണ് എടുക്കുന്നത്. സഹോദരി പറയുന്നുണ്ട്, ഓൺലൈൻ ഉടമ്പടി എടുത്ത ദിവസം തന്നെ വളരെ കാര്യമായ ഒരു അനുഭവത്തിലൂടെയാണ് മകൾ കടന്നു പോകുന്നത്. സെർവിക്കൽ പെയിനും സ്പോണ്ടിലോസിസും വളരെ കാര്യമായി വർഷങ്ങളായി മകളെ ബാധിച്ചിരുന്നൊരു ക്ലേശാവസ്ഥയായിരുന്നു. അത് പ്രസവത്തോടെ ഏതാണ്ട് തുടങ്ങിയതിന് മാറില്ല എന്ന് കരുതി ജീവിതത്തിൻ്റെ ഭാഗമായി അതിൻ്റെ എല്ലാ ക്ലേശങ്ങളെയും വേദനകളെയും സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയായിരുന്നു. ഓൺലൈൻ ഉടമ്പടി എടുത്തത് ശേഷം സഹോദരി പറഞ്ഞു, അതിനുശേഷം വലിയൊരു സമാധാനമാണ് ഉള്ളിൽ ലഭിച്ചത്. വലിയ ഒരാശ്വാസത്തോടെയാണ് ഞാനിന്ന് ഉറങ്ങിയത്. അത് പിന്നീട് നാളിതുവരെയും അതിൻ്റേതായ യാതൊരു വേദനകളും വർഷങ്ങൾ അനുഭവിച്ചിരുന്ന ഈ വലിയ രോഗദുരിതത്തിൻ്റെ ക്ലേശത്തിൻ്റെ യാതൊരു വേദനയും അസ്വസ്ഥതയും ഇല്ലാതെ എൻ്റെ അമ്മ മാതാവ് എന്നെ കാത്തുകൊണ്ടു. ഞാൻ എൻ്റെ ഉടമ്പടിയിൽ എഴുതിയിരുന്ന ഒരു നിയോഗമായിരുന്നു ഈ തീവ്രമായ വേദന ക്ലേശാരിഷ്ടതകളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമെന്ന്. വർഷം എത്ര പഴകിയതാണെങ്കിലും അമ്മ മാതാവിന് തിരുക്കുമാരന് നിമിഷ നേരം കൊണ്ട് നമ്മുടെ ജീവിതത്തെ സൗഖ്യത്തിലേക്കും ആരോഗ്യത്തിലേക്കും കൊണ്ടുവരുവാൻ സാധിക്കും. മകൾ പറയുന്നുണ്ട്,
ഭാരങ്ങൾ കുറയ്ക്കുന്ന അമ്മയുടെ ഉടമ്പടിയുടെ സവിശേഷതയെക്കുറിച്ച്. അത് രണ്ടുപേരും ജോലിയെടുത്ത് അല്ലലില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു അവിചാരിതമായി ജീവിത പങ്കാളിയുടെ ജോലി നഷ്ടപ്പെടുന്നു. സഹോദരിക്ക് മാത്രം കുടുംബത്തിലെ എല്ലാവർക്കും നല്ല രീതിയിൽ പോകുവാൻ പറ്റുന്ന വിധത്തിൽ ജോലിയുടെ വരുമാനം തികയാതെ വരുന്ന ക്ലേശാവസ്ഥയിലേക്ക് മാറുന്നു. അങ്ങനെയാണ് അമ്മ മാതാവിൻ്റെ തിരുനടയിൽ എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും, എന്നെ സഹായിക്കാൻ അമ്മ മാത്രമല്ലേ ഉള്ളൂ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ നിയോഗം അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുക. അന്ന് രാത്രിയാകുമ്പോൾ ഇമെയിലിൽ കാണുന്നു, നഴ്സിംഗ് ഇൻചാർജായി സേവനം ചെയ്യുന്നവർക്ക് ഓവർ ടൈം ഡ്യൂട്ടി അനുവദിക്കുന്നുവെന്ന്. അന്ന് മുതൽ ഇന്ന് വരെ ആ ഓവർ ടൈം ഡ്യൂട്ടിക്ക് യാതൊരു ഇളവും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം ജോലി ചെയ്തുകൊണ്ട് കുടുംബത്തെ സുരക്ഷിതമായി സംരക്ഷിക്കുവാൻ ആ വലിയൊരു ഭാരം നിസ്സാരമായി ലഘൂകരിച്ച് എല്ലാ കാര്യങ്ങളും ക്രമപ്പെടുത്തുവാൻ മകൾക്ക് സാധിച്ചുവെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. മറ്റൊന്ന് സഹോദരി പറയുന്നുണ്ട്, മകൻ്റെ അലർജിയുടെ വിഷയം. അത് ഒരു നട്ട്സോ മീറ്റോ കഴിക്കുവാനാവാത്ത വിധത്തിൽ ഏറെ ക്ലേശം അനുഭവിച്ചപ്പോൾ ഉടമ്പടിയുടെ നേർച്ചവസ്തുക്കളുടെ ഏറ്റവും വിശ്വാസപൂർവകമായ ഉപയോഗം പൂർണ്ണമായി കുഞ്ഞിനത് സൗഖ്യം നൽകിയെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. ഏറ്റവും പ്രാധാന്യത്തോടെ മകൾ പറയുന്ന മറ്റൊരു സാക്ഷ്യം, ഒരു അനുതാപം, ശരിയായ അനുതാപം എത്രത്തോളം നമ്മുടെ ജീവിതത്തിന് കൃപയും ആരോഗ്യവുമായി തീരുന്നുവെന്നാണ്. സഹോദരി പറയുന്നുണ്ട്, ഒരു കുമ്പസാരത്തിൽ എനിക്ക് പലരോടും ക്ഷമിക്കുവാനാവാത്ത വിഷയങ്ങളുണ്ടായിരുന്നു. എൻ്റെ ഉള്ളിൽ തന്നെ തികട്ടി കിടക്കുന്ന പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് മുഴുവനും അമ്മ മാതാവിൽ ആശ്രയിച്ചുകൊണ്ട് ഈശോയോട് ഒരു നല്ല കുമ്പസാരത്തിൽ അവരോടൊക്കെ ക്ഷമിച്ചുകൊണ്ട് ഞാനത് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ എനിക്കപ്പോൾ തന്നെ എൻ്റെ ഷോൾഡറിൽ നിന്ന് 10-25 കിലോ ഭാരം ഇറങ്ങിപ്പോകുന്നത് പോലെയാണ് അനുഭവപ്പെട്ടത്. അതോടൊപ്പം എന്തോ ഒരു കൈ എൻ്റെ ഹൃദയത്തിൽ വന്ന് തൊടുന്നതും എനിക്ക് അനുഭവപ്പെട്ടു. പിന്നീട് ഇന്ന് വരെയും എനിക്ക് ഷോൾഡർ പെയിനോ അതുമായി ബന്ധപ്പെട്ട ക്ലേശങ്ങളോ ഒന്നും എനിക്ക് വരുന്നില്ല. വളരെ ആരോഗ്യത്തോടെ ജീവിതം മുന്നോട്ട് പോകുന്നു. സന്തോഷത്തോടെ ജീവിക്കുവാൻ, മറ്റുള്ളവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാൻ എനിക്കെപ്പോഴും സാധിക്കുന്നുവെന്ന്. പ്രിയമുള്ളവരെ, ഉടമ്പടി ജീവിതം നമ്മളെ അകം പുറം ഒരുപോലെ ശുദ്ധീകരിച്ച് ദൈവത്തിന് പ്രിയപ്പെട്ട മക്കളാക്കി അവിടുത്തെ സ്നേഹത്തെ എല്ലാവർക്കും പങ്കുവയ്ക്കുവാൻ പറ്റും വിധം നമ്മളെ വളർത്തുകയാണ്. സഹോദരി കാരുണ്യ പ്രവർത്തികളുടെ കൂട്ടത്തിൽ സാക്ഷി കൂടാരത്തിൽ വെച്ച് പറഞ്ഞിരുന്നു, ഉടമ്പടിയിൽ എത്തിയതിന് ശേഷം 3 മക്കളെ അവരുടെ മുഴുവൻ പഠന ചെലവും ഏറ്റെടുത്ത് അവരെ നന്നായി പഠിപ്പിക്കുന്നതിന് വേണ്ടി ഈ നാളുകളിൽ അമ്മേനെ സഹായിച്ചു. അത് അവരെ ഒരു കരയെത്തും വരെയും കരം പിടിച്ചുകൊണ്ട് അവരുടെ മുഴുവൻ ക്ലേശാവസ്ഥകളിലും അവർക്ക് പഠനത്തിനുള്ള എല്ലാ കാര്യങ്ങളും തുറന്നു കൊടുക്കുവാൻ എൻ്റെ അമ്മ മാതാവ് എന്നെ സഹായിക്കുന്നു. ഞാൻ ഉടമ്പടിക്ക് മുമ്പുള്ള ഒരു കാലത്തിലാണെങ്കിൽ അങ്ങനെയൊന്നും ചിന്തിക്കുക പോലുമില്ല. എൻ്റെ അമ്മ മാതാവിൻ്റെ ഉടമ്പടിയാണ് കാരുണ്യ പ്രവർത്തനം. അത് ഒരു ജീവിതത്തെ കരുപ്പിടിപ്പിക്കുന്ന പ്രവർത്തനമാണെന്ന് എന്നെ പഠിപ്പിച്ചതും സന്തോഷത്തോടെ അത് നിർവഹിക്കുവാൻ എന്നെ സഹായിക്കുന്നതും. പ്രിയമുള്ളവരെ, ഉടമ്പടി നമ്മളെ ആത്മീയ മനുഷ്യരാക്കി വളർത്തുന്നു. ഉടമ്പടി നമ്മളെ ഭൗതിക ജീവിതത്തിൻ്റെ നന്മകളെ തിരിച്ചറിയുവാൻ സഹായിക്കുന്നു. ഉടമ്പടി നമ്മളെ നമ്മുടെ സഹോദരങ്ങളുടെ ക്ലേശാവസ്ഥകളിൽ എങ്ങനെ അവരുടെ ജീവിതത്തിന് നമ്മുടെ എളിയ ജീവിതം കൊണ്ട് കരുതലും കാവലുമാകാൻ പറ്റുമെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് ഉടമ്പടി സമഗ്രമായി നമ്മുടെ ജീവിതത്തെ അനുഗ്രഹത്തിൻ്റെ ഒരു വലിയ വലയത്തിലേക്ക് കൊണ്ടുവരികയും നമ്മുടെ ക്ലേശങ്ങളെ ലഘൂകരിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി മറ്റുള്ളവർക്ക് നന്മയാകുവാൻ വേണ്ടി നമ്മളെ ഉപകരണങ്ങളാക്കുന്നു. അതിൻ്റെ സാക്ഷ്യമാണ് ഈ സഹോദരി ഈ അൾത്താരയിൽ പങ്കുവെച്ചത്. ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ നന്മകൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കും. നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് ഇന്ദുലേഖ. ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര രൂപതയിലെ കീഴാറൂർ ഇടവകയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ മോള് ആര്യ, ഇതെൻ്റെ ഇളയ ചേച്ചി ബിന്ദു. ഞങ്ങളിവിടെ ആദ്യമായി വരുന്നത് 2024 മാർച്ച് മാസം 17-ാം തീയതിയാണ്. ഇവിടെ വരാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത്, എൻ്റെ മോൾക്ക് 2024 ഒക്ടോബർ മാസത്തിൽ ബ്ലീഡിങ് ഉണ്ടായിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അവൾക്ക് 13 വയസ്സേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ബ്ലീഡിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഒരാഴ്ചയോ 2 ആഴ്ചയൊന്നുമല്ല, ഒരു മാസത്തോളം കണ്ടിന്യൂസ് ബ്ലീഡിംഗ് ആയിരുന്നു. പക്ഷേ അത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പിറ്റേ മാസം അതുപോലെ. അപ്പോൾ ഞാൻ ഒരു 25 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, ട്രീറ്റ്മെൻറ്റ് എടുക്കും. അവർ കുഴപ്പമൊന്നുമില്ല, സ്കാൻ ചെയ്യും, ബ്ലഡ് ടെസ്റ്റ് ചെയ്യും, യൂറിൻ ടെസ്റ്റ് ചെയ്യും, എല്ലാം ചെയ്യും. പക്ഷേ അതിനകത്ത് യാതൊരു കുഴപ്പവുമില്ല. പക്ഷേ എനിക്കിനി അടുത്ത് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അതൊരു അമ്മ എന്ന നിലയിൽ ഭയങ്കര സങ്കടമായിരുന്നു. അവൾ സ്കൂളിൽ പോകും, വരുന്നു കരഞ്ഞുകൊണ്ട് വരും, അമ്മ ഇങ്ങനെ ഇത് ബുദ്ധിമുട്ടാണ്, ഭയങ്കര വിഷമമാണ്, കുട്ടികളെ അങ്ങനെ കളിയാക്കണമുണ്ട്, സ്കൂളിൽ പോകട്ടെ ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് അവളെ സ്കൂളിൽ വിടാതിരിക്കാൻ ഒക്കത്തില്ലല്ലോ. അപ്പോൾ അത് കാരണം സ്കൂളിലും പറഞ്ഞു വിടും. വലിയ മാനസികമായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എനിക്ക്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ കൂട്ടുകാരി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ ആലപ്പുഴയിൽ കൃപാസനം എന്നൊരു പള്ളിയുണ്ട്, അവിടെ മാതാവ് പ്രത്യക്ഷപ്പെട്ടതാണ്, അപ്പോൾ ഒരുപാട് അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്, നീ ഒന്ന് മോളെയും കൂടെ കൊണ്ടുപോയി നോക്ക്, അന്നൊന്ന് പ്രാർത്ഥിച്ച് നോക്കുമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ഇവിടെ അവിടെ നിന്ന് ഇവിടം വരെ വരാനുള്ള ഒരു ബുദ്ധിമുട്ട്, അതായത് എങ്ങനെ വരും എങ്ങനെ ഒന്നും എനിക്കറിയത്തില്ല. അപ്പം എൻ്റെ ചേട്ടനോട് പറയുമ്പോൾ ചേട്ടൻ പറയും, ഇനിയിപ്പോൾ അവിടെ പോയി പ്രാർത്ഥിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇത്രയും ദൂരം എന്തിനാണ് നീ പോകുന്നത്, നമ്മുടെ പള്ളിയിൽ മാതാവുണ്ടല്ലോ, ഇവിടെ പ്രാർത്ഥിച്ചാൽ മതി എന്നൊക്കെയായിരുന്നു. പക്ഷേ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു, കാരണം ഇവൾക്ക് എങ്ങനെയെങ്കിലും ഇത് മാറണമല്ലോ എന്നുള്ളതിൽ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ വീടിനടുത്തൊരു കുറച്ച് ആൾക്കാർ വണ്ടി പിടിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ചേട്ടാ ഞങ്ങൾക്കൊന്ന് പോകാം. അപ്പോൾ ചേട്ടൻ ഇല്ല വേണ്ട, ഇപ്പോഴൊന്നും പോകണ്ട, പിന്നീട് ആവട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കൂട്ടുകാർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നീ ഇപ്പോൾ പോകണ്ട, പോകുന്ന സമയത്ത് നീ വെക്കോ, പക്ഷേ നിനക്ക് പ്രാർത്ഥന അയച്ചു തരാം. അങ്ങനെ ഇവിടുത്തെ പ്രത്യക്ഷയുടെ പ്രാർത്ഥന, അച്ഛൻ ചൊല്ലി കൊടുക്കുന്ന പ്രാർത്ഥന എനിക്ക് അവൾ മൊബൈൽ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കേൾക്കുന്നു, പ്രാർത്ഥിക്കുന്നുണ്ട്. 5 മണിക്ക് എനിക്ക് അറിയത്തില്ല, അപ്പോഴൊന്നും അവൾ പറഞ്ഞിട്ടില്ല 5:30 പ്രാർത്ഥിക്കേണ്ടതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഇവരൊക്കെ പോയി കഴിഞ്ഞൊരു 7:30 ശേഷമാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. തിരികെ എത്തിക്കണമെന്നൊന്നും എനിക്കറിയില്ല. അപ്പം അച്ഛൻ പറയുന്ന പ്രാർത്ഥന ഞാൻ കണ്ടിന്യൂസ് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മുട്ടിപ്പായി കരഞ്ഞ് പ്രാർത്ഥിക്കും, എനിക്ക് എങ്ങനെ പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ അച്ഛൻ പറയുന്നത് കേട്ട് ചൊല്ലി പ്രാർത്ഥിച്ച്, പിന്നെ അത് ഞാൻ പേപ്പറിൽ എഴുതിയെടുത്ത് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രാർത്ഥിച്ച് ഒരു 2 ആഴ്ച ആയപ്പോഴത്തേക്കും ബ്ലീഡിങ് നിന്നു. അത് സ്വിച്ച് ഇട്ട് ഓഫ് ആക്കിയതുപോലെ സംഭവം നിന്നുപോയി. പക്ഷേ അതെനിക്ക് അറിയില്ല, അത്രത്തോളം മാനസിക വിഷമമായിരുന്നു. അത് ടക്കനെ നിന്നു. എനിക്ക് മനസ്സിലായത് ഇവിടുത്തെ കൃപാസന അമ്മയ്ക്ക് അത്രയ്ക്കും ശക്തിയുണ്ട്. അപ്പം നമ്മൾ പ്രാർത്ഥിച്ചാൽ മാത്രം മതി, എന്തും നടക്കുന്നൊരു വിശ്വാസം ഉണ്ടായി എനിക്ക്. അങ്ങനെ ഇരിക്കും ഞാൻ വീണ്ടും പറയട്ടെ, എനിക്ക് പോകണം, പള്ളിയിൽ പോയേ പറ്റുള്ളൂ, എനിക്ക് അമ്മയെ കണ്ടേ പറ്റുള്ളൂ, നിർബന്ധം പിടിച്ച് വാശി പിടിച്ചു. അങ്ങനെ കുറച്ച് വീണ്ടും ഒരു പിറ്റേ മാസം വണ്ടി പിടിച്ചു. അപ്പം ഞങ്ങൾ അവരുടെ കൂടെ, ഞാനും എൻ്റെ ചേച്ചി ഫാമിലി, ഞങ്ങളുടെ ഫാമിലി എല്ലാവരുമായിട്ട് 23 പേരായിട്ട് ഞങ്ങളിവിടെ വന്നു. അന്ന് ആദ്യമായി വന്ന് ഉടമ്പടി എടുത്തു, പ്രാർത്ഥിച്ചു. അതിൽ 6 നിയോഗങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 4 നിയോഗങ്ങൾ അപ്പം തന്നെ നടന്നു കിട്ടി. ഒന്നാമത്തെ നിയോഗം എന്ന് പറയുന്നത്, എൻ്റെ ചേച്ചിക്ക് തൊണ്ടയിൽ മുഴയുണ്ടായിരുന്നു, 2 മുഴ. അപ്പോൾ അവൾ ഹോസ്പിറ്റലിൽ പോകുമ്പോഴത്തേക്കും പറയുന്നുണ്ട് ഓപ്പറേഷൻ ചെയ്യണം, ഓപ്പറേഷൻ ചെയ്താൽ ഇത് സക്സസ് ആയി പോവുകയുള്ളൂ. പക്ഷേ അത് വോക്കൽ കുഴലായതുകൊണ്ട് അത് ഓപ്പറേഷൻ ചെയ്താൽ മിക്കവാറും ശബ്ദം ഇനി ഉണ്ടാകുമോ ഇല്ലെന്ന് അവർക്ക് അറിയില്ല, റിസ്ക്കാണ്, പക്ഷേ അത് ചെയ്തേ പറ്റുള്ളൂ, അതിരിക്കുന്നതൊരു ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾക്കത് ഭയങ്കര വിഷമമായി, കാരണം സംസാരിക്കാൻ പറ്റില്ല, 2 കുഞ്ഞു കുട്ടികളാണ്, അപ്പോൾ അവരെ കാര്യങ്ങൾ നോക്കണം. അപ്പോൾ അത് കാരണം ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിച്ചു, മാതാവേ എങ്ങനെയെങ്കിലും ഇതൊന്ന് മാറ്റിത്തരണം, ഓപ്പറേഷൻ മാറണം, ഈ മുഴയും മാറ്റിത്തരണം. അങ്ങനെ ഞങ്ങൾ തീക്ഷ്ണമായി ഉടമ്പടി വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങി. ഞാനും പ്രാർത്ഥിക്കും, ഇവളും പ്രാർത്ഥിക്കും, അങ്ങനെ നല്ലോണം പ്രാർത്ഥിച്ചു തുടങ്ങി. അങ്ങനെ ഹോസ്പിറ്റലിൽ പോകുമ്പോഴത്തേക്കും പറയും HB കൂടുന്നില്ല, അപ്പോൾ HB 8 ഉള്ളൂ, നിനക്ക് 9 സംതിങ് വന്നാലേ എനിക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുള്ളൂ, അപ്പം നീ അതിന് വേണ്ടി തയ്യാറെടുക്കുക, ഫുഡ് കഴിക്കുക, HB കൂട്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇവൾ വീട്ടിൽ വന്നിട്ട് വീണ്ടും ബുദ്ധിമുട്ടാണ്, കാരണം അവൾക്ക് ആഹാരം കഴിക്കാൻ ബുദ്ധിമുട്ട്, സംസാരിക്കാൻ ബുദ്ധിമുട്ട്, അങ്ങനെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പോയി 1 വർഷത്തോളം പോയി. കാരണം 2024 ഏപ്രിൽ 1 ഓപ്പറേഷൻ നമ്മൾ അഡ്മിറ്റാകാൻ പോയപ്പോഴത്തേക്കും HB ഇല്ലാന്ന് പറഞ്ഞ് തിരിച്ചു വിട്ടു. അപ്പോൾ എനിക്ക് ഉറപ്പായി മാതാവിന് ഇത് ഇഷ്ടമുള്ള കാര്യമല്ല, ഇത് ഓപ്പറേഷൻ ചെയ്യണത്, അതെങ്ങനെയും മാറിക്കോളും എന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾക്കുണ്ടായി. പക്ഷേ 1 വർഷത്തോളം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നിട്ടും വീണ്ടും നമ്മളിവിടെ വരുന്നു, ഞാൻ 4 ഉടമ്പടി പുതുക്കി കഴിഞ്ഞു. അപ്പോഴത്തേക്ക് വീണ്ടും പറയുന്നുണ്ട് ഇത് പ്രശ്നമാണ്, ഇനി വച്ചിക്കാനൊക്കെ ഇല്ല, ഓപ്പറേഷൻ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ അവർ HB നോക്കിയൊന്നുമില്ല, കാരണം അപ്പോൾ ചെയ്തേ പറ്റുള്ളൂ. അവൾ ഹോസ്പിറ്റലിൽ പോയി അന്ന് അവർ ചെക്കപ്പിന് പോയി അന്ന് അഡ്മിറ്റ് ചെയ്തു. പിറ്റേ ദിവസം അവർ ഓപ്പറേഷൻ ചെയ്തു. ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് ഭയങ്കര കോംപ്ലിക്കേഷൻസ് ആയിരുന്നു, കാരണം ഡോക്ടർ 2 മണിക്കൂറായിട്ടും പുറത്തൊന്നും വന്ന് പറയുന്നില്ല, എന്താ സംഭവം എന്ന് പറയണില്ല. അപ്പം ഞാനും ഉണ്ട്, അവളുടെ മക്കളും ഉണ്ട്, എൻ്റെ അമ്മയും ഉണ്ട്, വേറെ ആരുമില്ല. അപ്പം ഇവർ എൻ്റെ ഒരു ചേച്ചി ഫ്രണ്ട് അകത്തുണ്ട്, ഒരു ക്ലീനിങ് ചെയ്യുന്ന ചേച്ചിയുണ്ട്. അപ്പോൾ അവളൊന്ന് പറയുന്നുണ്ട്, ഇന്ദുലേഖ നീ പ്രാർത്ഥിക്കും നിൻ്റെ ചേച്ചിക്ക് വേണ്ടി, അവൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാം. ഞാൻ അവിടെ കൃപാസന മാതാവിനെ ഉറച്ച് വിളിച്ച് പ്രാർത്ഥിച്ചു, മാതാവേ എൻ്റെ ചേച്ചി എങ്ങനെയാണോ അകത്ത് കയറി പോയത് അതുപോലെ തന്നെ അവളെ തിരിച്ചെനിക്ക് കൊണ്ട് തരണം, അല്ലാതെ എനിക്ക് വേറെ ഒരു ഓപ്ഷൻ ഇല്ല, കാരണം നമ്മൾക്ക് അവളെ കിട്ടിയേ പറ്റുള്ളൂ. സംസാര എങ്ങനെയാണോ അകത്ത് പോയത് അതുപോലെ പുറത്ത് വരിക. പക്ഷേ ഡോക്ടർ പറഞ്ഞു അവൾക്ക് ബ്രീത്തിങ് പ്രശ്നമുണ്ട്, അത് ഓപ്പറേഷൻ റിസ്ക് ആണ്, ഒന്ന്
പ്രാർത്ഥിച്ചേക്ക്, ആരെങ്കിലും ഒന്ന് വിളിച്ച് പറഞ്ഞേക്കെന്നൊക്കെ പറഞ്ഞു. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. എനിക്കൊരു മൂത്ത ചേച്ചിയുണ്ട്. ഞാൻ ഉടനെ അവളെ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്, നീ ഒന്ന് പ്രാർത്ഥിക്കുക, നീ ആരുടെ അടുത്ത് വിളിച്ച് പറയുമെന്ന് പറഞ്ഞു. ഞാൻ മാതാവിനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട് സീറ്റിൽ 5-6 ചെയർ കിടപ്പുണ്ട്. അതിൽ ഒരു കൃപാസനം പത്രം ഇരിപ്പുണ്ട്. ആരുമില്ല, ആ സീറ്റിൽ കൃപാസന പത്രം മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ മനസ്സ് പറയുന്നുണ്ട്, നീ പ്രാർത്ഥിച്ചിട്ട് ആ പത്രം ഒന്ന് വായിക്കുക, എടുക്ക്. പക്ഷേ ഞാൻ എടുക്കണില്ല. കാരണം എനിക്ക് സങ്കടം കൊണ്ടിരിക്കാൻ പാടില്ല. കാരണം ചേച്ചിയുടെ ഒന്നും അറിയാൻ പറ്റണില്ല, അവിടെ ഓപ്പറേഷൻ കഴിയണില്ല, അവിടെ എന്താ അവസ്ഥ ഒന്നും പറയണില്ല. അപ്പോൾ എന്നിട്ടും പറയണു, നീ പത്രം എടുത്ത് നോക്കി വായിക്കുമ്പോഴത്തേക്കും ഉടനെ മറുപടി വരും എന്നുള്ളത്. ഞാനങ്ങനെ കുറച്ച് സമയം കടിച്ചു പിടിച്ചൊക്കെ ഇരുന്നിട്ട് ആ പത്രം എടുത്തിട്ട് വായിച്ച് നോക്കിയപ്പോഴത്തേക്കും ഈ ഓപ്പറേഷൻ്റെ അസുഖത്തെ സാക്ഷ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് മാതാവ് കയ്യിലെടുത്തിട്ടുണ്ട്, അവൾക്ക് ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട്. 2 മിനിറ്റ് ആകുമ്പോൾ പുറത്ത് സിസ്റ്റർ പറഞ്ഞു, ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട്, പ്രശ്നങ്ങളൊന്നുമില്ല, അവളങ്ങനെ കിടക്കുകയാണ്, നമുക്ക് നോക്കാം. പക്ഷേ ആ സമയത്തൊക്കെ ഇവർക്ക് ക്യാൻസർ സ്ഥിരീകരണം നടത്തിയിട്ടുണ്ട്. ഓപ്പറേഷൻ സമയത്ത് ഡോക്ടർ സംശയം പുറത്തുനിന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. എന്നോട് മാത്രമേ പറഞ്ഞുള്ളൂ, അവർക്ക് ക്യാൻസറിൻ്റെ ഒരു സിംറ്റംസ് ഉണ്ട്, അത് നമുക്കൊന്ന് ബയോപ്സി കൊടുക്കണം. മുഴ കാണിച്ചു, ഒന്ന് വലിയ മുഴയാണ്, മൊബൈലെടുത്ത് ഫോട്ടോയൊക്കെ എടുത്ത് കാണിച്ചു എന്നിട്ട് പറഞ്ഞ് ഈ സംഭവം ഒന്ന് ബയോപ്സി കൊടുക്കണം. അപ്പോൾ എനിക്ക് 4ാമത്തെ ഉടമ്പടി പുതുക്കേണ്ട സമയമായി. അപ്പോൾ ബയോപ്സി കൊടുത്തിട്ടുണ്ട്. റിസൾട്ട് വരുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു മാതാവിനടുത്ത്. വന്ന് ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവേ അവർക്ക് നമ്മുടെ കുടുംബത്തിൽ ഈ ഒരു അസുഖം വരരുത്. കാരണം നമ്മുടെ കുടുംബത്തിൽ ആർക്കും ഈ ഒരു അസുഖം വരരുത്. കാരണം ഒരുപാട് ആൾക്കാരെ കണ്ട് ബുദ്ധിമുട്ടിക്കാൻ നന്നായി അറിയാം. അപ്പോൾ വേണ്ട, അവൾക്ക് ഈ ഒരു സംഭവം വരാൻ പാടില്ല. കാരണം അവൾ എണീറ്റ് നടന്നാൽ മാത്രമേ അവൾ കുടുംബം പുലരുകയുള്ളൂ. ആ ഒരു അവസ്ഥയാണ്. അപ്പം ഞാൻ മാതാവിനെ മുട്ടിപ്പോൾ പ്രാർത്ഥിച്ചു, ബയോപ്സി റിസൾട്ട് വരുമ്പോൾ അത് നെഗറ്റീവ് ആയിരിക്കുക എന്നുള്ളത്. എങ്കിൽ ഞാൻ ഇവിടെ അമ്മയുടെ മുമ്പിൽ സാക്ഷി പറഞ്ഞോളാം എന്നുള്ളതിൽ ഞാൻ തീർച്ചയായിട്ടും വന്ന് ഇവിടെ ഉടമ്പടി എടുത്തപ്പോൾ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് 13-ൻ്റെ അന്ന് ബയോപ്സി റിസൾട്ട് വന്നു, നെഗറ്റീവാണ്. ഒരു പ്രശ്നമില്ല, അവൾക്ക് വോക്കൽക്കുള്ള ഒരു പ്രശ്നവുമില്ല, ഒരു പ്രശ്നവുമില്ല. അവൾക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട്, ഇപ്പം സംസാരിക്കാൻ പറ്റും. പക്ഷേ എന്നാലും വലിയ ഒച്ചയിൽ സംസാരിക്കാൻ ഒക്കുന്നില്ല, ഒരു ഇടർച്ചയുണ്ട്. അത് ക്രമേണ മാറിക്കോളും ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അവൾക്ക് പറഞ്ഞ ഒരു പ്രശ്നം ഇപ്പം നിലവിലില്ല. ഒരു കുഞ്ഞു ഗുളിക, അതും തൈറോയിഡിൻ്റെ ഒരു ഗുളിക മാത്രമേ കഴിക്കുന്നുള്ളൂ. ഇത് വളരെ ഒരുപാട് 1000 എത്ര നന്ദി പറഞ്ഞാലും മാധവന് മതിയാകില്ല. അത്രത്തോളം മാധവൻ ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട്. അടുത്ത 2ാമത്തെ സാക്ഷി എന്ന് പറയുന്നത്, എൻ്റെ ചേട്ടന് 10 വർഷം കൊണ്ട് അലർജി രോഗമാണ്. സിമെൻറ്റിൻ്റെ പണിക്ക് പോകുന്നു, ഇൻ്റർലോക്ക് പണിക്കാണ് പോകുന്നത്. അപ്പോൾ അത് കാരണം അവിടെ സിമൻറ്റ് പൊടിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എന്നും തുമ്മൽ, ജലദോഷം, ചുമ, ശ്വാസം മുട്ടൽ, ദേഹം മൊത്തം ചൊറിച്ചിൽ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എന്നും വന്നിട്ട് ആൻറ്റിബയോട്ടിക് എടുക്കാതെ പിറ്റേ ദിവസം പണിക്ക് പോകാൻ പറ്റത്തില്ല. അങ്ങനെയായിരുന്നു. അങ്ങനെ ഞാൻ പ്രശ്നം, ദൈവം മാതാവ് ഇത് എന്താ അവസ്ഥ, ഈ ചേട്ടൻ എങ്ങനെയാണ് മാറുന്നത്? ഞാൻ 10 വർഷം കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ അവസ്ഥ. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴത്തേക്കും പറയും, കുറച്ച് ചൂടുവെള്ളം തിളപ്പിക്കുക, ദേഹത്തൊന്ന് പിടിക്കട്ടെ, ചൊറിഞ്ഞിട്ട് കിടക്കാൻ പാടില്ല. അപ്പം ഞാൻ ഈ പോകുന്ന സമയത്ത് വിശുദ്ധ ഉപ്പ് ഞാൻ ഈ ചൂടുവെള്ളത്തിലിട്ട് ചാലിച്ചിട്ട് കൊടുക്കും. പക്ഷേ ചേട്ടൻ പറഞ്ഞിട്ടില്ല. ഞാൻ കൊടുത്തിട്ട് പറയും, നിങ്ങൾ ദേഹത്തൊന്ന് പിടിച്ച് കഴുകി പോക്ക്, ഇപ്പം മാറും. പക്ഷേ കുറേ ദിവസം അതും എങ്ങനെ സ്വിച്ച് ഇട്ട് നിന്നോലും അത് മാറിക്കിട്ടി. ഇപ്പോൾ ശ്വാസം മുട്ടോ ചുമയോ കഫക്കെട്ടോ വേറെ ഒരു പ്രശ്നമില്ല, ചൊറിച്ചിൻ്റെ ഒരു പ്രശ്നമില്ല. അതെങ്ങനെ ഓട്ടോമാറ്റിക്കലി മാതാവിൻ്റെ അനുഗ്രഹത്താൽ എത്ര പറഞ്ഞാലും അതിന് മതിയാവില്ല. കാരണം 10 വർഷം കൊണ്ട് ഞാൻ കണ്ണീര് കുടിച്ചിട്ടുണ്ട് ഈ അവസ്ഥ കണ്ടിട്ട്. ശ്വാസം മുട്ടി ഒന്നും പറ്റില്ല, കഫക്കെട്ട്, ചുമ, ശ്വാസം മുട്ട്, തുമ്മൽ, ഇതുകൊണ്ട് നിൽക്കാനൊക്കത്തില്ല. പിന്നെ ഈ ചൊറിച്ചിൽ, ബ്ലഡൊക്കെ ഇങ്ങനെ പൊട്ടിപ്പായും ദേഹത്തൊക്കെ. പക്ഷേ ഈ വിശുദ്ധ ഉപ്പും തൈലവും ഉപയോഗിച്ച് എന്നും കുടുംബ പ്രാർത്ഥന നടത്തുമ്പോഴത്തേക്കും ഞാൻ ഉടമ്പടി പ്രാർത്ഥന സമയത്ത് ഈ വിശുദ്ധ തൈലം വിശ്വാസ പ്രമാണത്തോട് ചൊല്ലി പ്രാർത്ഥിച്ച് ദേഹം മൊത്തം ഇങ്ങനെ പുരട്ടി കൊടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. അതിനും പ്രകാരം തന്നെ ഒരു 15 ദിവസം ആയപ്പോഴത്തേക്കും നമ്മളറിയാതെ അങ്ങ് മാറി. എങ്ങനെ മാറുന്ന അറിയില്ല, പക്ഷെ അത് അറിയാതെ അങ്ങോട്ട് മാറിപ്പോയി. അത് 2ാമത്തെ സാക്ഷ്യം. 3ാമത്തെ സാക്ഷ്യം, എൻ്റെ മാമിയുടെ മകൾക്ക് 42 വയസ്സായി. അപ്പോൾ അവൾക്ക് ഇത് കല്യാണം കഴിഞ്ഞിട്ടും കുട്ടികളൊന്നും കിട്ടുന്നില്ല. കുറേ നാളും ട്രീറ്റ്മെൻറ്റ് എടുത്തു, മടുത്തു, മതിയാക്കി. അപ്പം ഞാനിങ്ങനെ ഉടമ്പടി എടുക്കുക ഫസ്റ്റ് വരുമ്പോഴത്തേക്കും ഞാൻ മനസ്സിൽ വിചാരിച്ചു, ചേച്ചിക്ക് വേണ്ടി ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ളത്. അങ്ങനെ 3ാമത്തെ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു. ആ 3ാമത്തെ നിയോഗം വെച്ച് ഞാൻ വീട്ടിൽ പ്രാർത്ഥിച്ചു. അവർക്ക് ഉടമ്പടി വസ്തുക്കൾ കൊടുത്ത് ഞാൻ പറഞ്ഞു, ഞാനൊക്കെ നിയോഗം വെച്ചിട്ടുണ്ട്, നീയും പ്രാർത്ഥിക്കണമെന്ന് ഞാൻ എല്ലാ പ്രാർത്ഥന അയച്ചു കൊടുത്തു. ഉടമ്പടി വസ്തുക്കളൊക്കെ കൊടുത്ത് പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരിക്കെ 2ാം മാസം 60-ൻ്റെ അന്ന് ഉടമ്പടി എടുത്ത് 60-ൻ്റെ അന്ന് പോസിറ്റീവ്, അവൾ പ്രഗ്നൻസി ആണെന്ന് നമ്മൾക്ക് റിപ്പോർട്ട് കിട്ടി. ഇപ്പോൾ കുഞ്ഞിന് 4 മാസമായി. ഒരു കുഞ്ഞു മോനാണ്. അപ്പോൾ അവന് 6 മാസം പ്രായമാകുമ്പോഴത്തേക്കും വന്ന് ഇവിടെ അവൾ ഉടമ്പടി എടുത്ത് സാക്ഷി പറഞ്ഞോളാമെന്ന് അവൾ നേർന്നിട്ടുണ്ട്. അത് അടുത്ത 4ാമത്തെ സാക്ഷ്യം, ഞങ്ങളുടെ വീട്ടിനടുത്ത് ഒരു ഹിന്ദു കുടുംബം, ഞങ്ങൾ മൊത്തം ഹിന്ദു ഫാമിലിയാണ് അവിടെ മൊത്തം, ഞങ്ങൾ മാത്രമേ ക്രിസ്ത്യനുള്ളൂ. അപ്പോൾ അവിടെ ഹിന്ദു കുടുംബത്തിൽ ഒരു അണ്ണന് കാലിൽ ഞരമ്പൊക്കെ പഴുത്ത് പൊട്ടി, അത് ബ്ലീഡിങ് ആയിട്ട് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞരമ്പ് മൊത്തം ഡാമേജ്, ഡെത്തായി, ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാതായി. അപ്പം നടക്കാനൊക്കത്തില്ല. വീൽ ചെയറിൽ 3 വർഷം കൊണ്ട് ഇരിക്കുകയായിരുന്നു. 9 മാസം മെഡിക്കൽ കോളേജ് അഡ്മിറ്റ് ആയിരുന്നു. അവിടെ കിടക്കുമ്പോഴൊക്കെ കൃപാസനം പത്രം കിട്ടുന്നുണ്ട്. പക്ഷേ അവർ നോക്കൂല, എടുത്ത് കളയും, മാറ്റി കളയും. പക്ഷെ നോക്കൂല, അവർക്ക് അറിയില്ല എന്താണ് സംഭവം, തുറന്നുപോലും നോക്കൂല. അങ്ങനെയായിരുന്നു. അപ്പം ആ ചേച്ചി എന്നോട് പറയും, എനിക്ക് ഒട്ടും കണ്ടുകൊണ്ടിരിക്കാൻ ഒക്കുന്നില്ല, 2 പേരുടെ സഹായം വേണം, അവളുടെക്കും ആരോഗ്യമില്ല, ഇവരെ നോക്കാൻ ഒക്കത്തില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്, നടന്നാൽ മതി,
വേറെ ഒന്നും വേണ്ട, ആരുടെ സഹായം കൂടെ നടക്കുക എന്നുള്ളതാണ്. പിന്നെ മോളുടെ കല്യാണം നമ്മൾ മാർച്ചിന് ഉടമ്പടി എടുക്കുന്നുണ്ട്, മെയ്യിൽ മോളുടെ കല്യാണമുണ്ട്. അപ്പോൾ ആ മോളുടെ കല്യാണത്തിന് ഹിന്ദു ആചാരപ്രകാരം അവർക്ക് കുറച്ച് ചടങ്ങുകളും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് ആ കുഞ്ഞിനെ കൈ പിടിച്ച് കൊടുക്കുന്ന ചടങ്ങ്, വലം വയ്ക്കുന്ന ചടങ്ങൊക്കെ ഉണ്ട്. അപ്പോൾ അവൾ പറഞ്ഞു ആരുടെ സഹായം ഇല്ലാതെ ഒന്നും ആ ചടങ്ങൊന്നും കണ്ടു കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാനത് ഉടമ്പടി വെച്ചപ്പോൾ ഞാൻ അവരോടും പറഞ്ഞിട്ടില്ല, ആരോടും പറഞ്ഞിട്ടില്ല. ഇവിടെ നിയോഗം വെച്ച സമയത്ത് ഞാനത് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ജൂൺ 9, മെയ് 9 മോളുടെ കല്യാണം. ആ സമയത്ത് ആരുടെ സഹായം കൂടാതെ ആ ചേട്ടനൊന്ന് ആ കല്യാണം നടത്തി കൊടുക്കണം എന്നുള്ളത്. ഉടമ്പടി എടുത്ത് 16-ൻ്റെ അന്ന് എൻ്റെ മോൻ വന്ന് പറയുന്നു, അമ്മയെ അവിടുത്തെ താഴത്തെ മാമൻ അവിടെ കൂടെ നടന്നു പോകുന്നു. അപ്പം ഞാൻ വിശ്വസിച്ചില്ല, എനിക്ക് സങ്കടം വന്ന് കാരണം ഞാൻ കണ്ടില്ലല്ലോ, വിശ്വസിക്കാനൊക്കെ, കാരണം 3 വർഷം വീഴ്ചയിലായിരുന്നല്ലോ, വിശ്വസിക്കാനൊക്കെ എത്തില്ല. അപ്പം ഞാൻ ഇല്ല മക്കളെ നീ ചുമ്മാ പറയണേ വെറുതെ എന്ന് പറഞ്ഞു. ഇല്ലമ്മ തന്നെ ഉറപ്പാണ്, അമ്മ പോയി നോക്കുമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഞാൻ എൻ്റെ പത്രം ഉണ്ടായിരുന്നല്ലോ, ആ പത്രം കൊണ്ട് എന്ത് വരട്ടെ എന്ന് പറഞ്ഞ് ഞാനൊരു വീട്ടിൽ പോയിട്ട് ഞാനിങ്ങനെ ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ചപ്പോഴത്തേക്കും ചേച്ചിയല്ല പുറത്തിറങ്ങി വന്നത്, ഈ അണ്ണൻ നടന്ന് ആരുടെ സഹായം കൂടെ സ്റ്റിക്ക് പോലും ഇല്ലാതെ അകത്തുനിന്ന് നടന്ന് പുറത്തേക്ക് വരുന്നത്. എന്നോട് എന്താ ഇന്ദുലേഖ? ഞാൻ പറഞ്ഞു അണ്ണൻ ഞാൻ അങ്ങനെ പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു, എൻ്റെ പത്രം ഇരിപ്പുണ്ട് തരാൻ. അയ്യോ അത് ഒരുപാട് കിട്ടി. ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതുകൊണ്ടാണ് അണ്ണ ഇപ്പോൾ ഈ നടന്നു വരുന്നത്. അത്രയ്ക്ക് ശക്തിയുണ്ട് അവിടെ കൃപാസന മാതാവിന്. ചേച്ചിക്ക് സങ്കടം പറഞ്ഞ കാരണം ഞാൻ ഉടമ്പടി നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് കാരണമാണ് അണ്ണ ഇപ്പോൾ നടന്നു വരുന്നത് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവർക്കും ഭയങ്കര സന്തോഷം, കാരണം ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരും ചെയ്യാത്തൊരു കാര്യം നീ ചെയ്തല്ലോ എന്ന് ഭയങ്കര സന്തോഷം കണ്ണിന് നിറഞ്ഞെന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് നിയോഗം വെച്ച കാര്യങ്ങൾ. ഇനി നിയോഗത്തിൽ വയ്ക്കാത്ത ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. അത് ഒരുപാട് പറയണമെന്നുണ്ട്, പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഇവിടുത്തെ ഈ ദിവസം തീരത്തില്ല. അത്രത്തോളം ദൈവാനുഗ്രഹങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഈശോ എന്താണെന്നും മാതാവ് എന്താണെന്നും എനിക്ക് ഒരുപാട് മനസ്സിലായി. കാരണം എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകും. പള്ളി പോയിട്ട് അവിടുത്തെ കാര്യം, ഞാനിപ്പം ചർച്ച സെക്രട്ടറിയാണ് പള്ളിയിലെ, ബിസിനസ് ലീഡറായിരുന്ന സമയത്തൊക്കെ പള്ളിയിൽ പോകുമ്പോഴത്തേക്കും അവിടെ ഈശോ ഇരിപ്പുണ്ട്, മാതാവ് ഇരിപ്പുണ്ട്, യോസഫ് പിതാവ് ഇരിപ്പുണ്ട്, ഓക്കെ എല്ലാവരെയും കണ്ട് ചാറ്റം പറഞ്ഞ് വീട്ടിൽ വരും. പക്ഷേ അങ്ങനെയായിരുന്നു ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത്, എല്ലാത്തിലും പങ്കെടുക്കുകയും ചെയ്യാൻ ആത്മാർത്ഥമായിട്ട്. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം എന്താണ് മാതാവെന്നും എന്താണ് ഈശോ എന്ന് ഞാൻ പൂർണ്ണമായി മനസ്സിലാക്കി. കാരണം കുമ്പസാരം എന്നുള്ളത് വർഷത്തിലൊരിക്കലായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഈ ഉടമ്പടി എടുത്ത സമയത്തും കുമ്പസരിക്കണമെന്ന് അച്ഛൻ വിശുദ്ധീകരിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഉടമ്പടി പൂർത്തീകരണം ഉണ്ടാവുള്ളൂ എന്ന് അച്ഛൻ പറയുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഈ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പായിട്ട് കുമ്പസരിക്കണമല്ലോ. അപ്പോൾ കുമ്പസരിക്കാൻ ഞങ്ങൾ നോക്കി, എൻ്റെ ഇടവകയിൽ അച്ഛൻ നാട്ടിൽ പോയിട്ടുണ്ട്, കണ്ണൂരാണ് വീട്, നാട്ടിൽ പോയിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ ഇടവകയില്ല, ഒരാഴ്ച ലീവാണ്. അപ്പോൾ ഞങ്ങൾക്ക് സൺഡേ മാത്രമേ അന്ന് ആരായുള്ളൂ ആ സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ എങ്ങനെ ഈ കുമ്പസരിക്കുന്നത്, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി വിളിച്ചു, അവൾ പറഞ്ഞ് പ്ലാമുട്ട് കട, അതായത് 20 കിലോമീറ്റർ ഉണ്ട് അവിടെ വീട്ടിൽ നിന്ന്. ഞാൻ 2 വീലർ എടുത്ത് പോയി, വണ്ടി എടുത്ത് പോയിട്ട് ആ 20 കിലോമീറ്റർ അപ്പുറത്ത് പള്ളി പോയിട്ട് 36 വർഷം ഞാൻ ചെയ്ത പാപങ്ങൾ എന്തൊക്കെയാണോ അറിഞ്ഞോ അറിയാതെ ചെയ്ത പാപങ്ങൾ കുമ്പസരിച്ച് വിശുദ്ധീകരിച്ചു. കാരണം കുമ്പസാരം നമ്മൾ വെറുതെ തമാശയായിട്ടാണ് കുമ്പസരിക്കാറുള്ളത്. ആത്മാർത്ഥമായി ഞാൻ ചെയ്തിട്ടില്ല, എല്ലാവരും അങ്ങനെയാണെന്നൊരു കാര്യം ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ അന്നത്തെ ദിവസം ഞാൻ പൂർണ്ണ മനസ്സോടും കൂടി ഞാൻ കുമ്പസരിച്ചു, വിശുദ്ധീകരിച്ചു. എനിക്ക് ബോധ്യപ്പെട്ടു ഞാൻ വിശുദ്ധിയാണ് ഇപ്പോൾ ആയിരിക്കുന്നത് എന്നുള്ളത്. പിറ്റേ ദിവസം തന്നെ രാവിലെ ഇവിടെ ഉടമ്പടി എടുത്തു. അതിനുശേഷം ഇപ്പോൾ 1 വർഷം 3 മാസമായിട്ട് അതിനുശേഷം ഈ ദിവസം വരെയും മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ഞാൻ കുമ്പസരിക്കുന്നുണ്ട് ഉറപ്പായിട്ടും. നമ്മുടെ ഇടവകയിൽ അച്ഛയില്ലെങ്കിൽ പുറത്തെങ്കിലും പോയി ഞാൻ കുമ്പസരിക്കാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് പത്രം ഇവിടെ എല്ലാ മാസവും, ഇന്ന് 18ാമത്തെ പ്രാവശ്യമാണ് ഇവിടെ വരുന്നത്. 1 വർഷവും 2 മാസമായിട്ടുള്ള ഇവിടെ ആദ്യമായി വന്നിട്ട്, പക്ഷേ 18 പ്രാവശ്യമാണ് ഇപ്പം 18 ദിവസം ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ 18 പ്രാവശ്യം വന്നിട്ട് ഇവിടുന്ന് പത്രം വാങ്ങി ഹോസ്പിറ്റലിൽ കൊണ്ടു കൊടുക്കും, അടുത്തുള്ള വീടുകളിൽ കൊണ്ടു കൊടുക്കും. അറിയത്തില്ല എൻ്റെ അനുഭവം എന്തൊക്കെയാണോ ഉള്ളത് അത് എല്ലാവരുടെ പറഞ്ഞാണ് ഞാൻ കൊടുക്കുക. മാതാവ് എന്താണെന്ന് ഈശോ എന്താണെന്ന് അറിയിച്ച് തന്നെയാണ് ഞാൻ കൊടുക്കുന്നത്. പിന്നെ കാരുണ്യ പ്രവൃത്തികളെന്ന് പറയുന്നത് നമ്മുടെ വീടിനടുത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പൊതുച്ചോറ് കൊണ്ടു കൊടുക്കും, എല്ലാ മാസവും കൊണ്ടു കൊടുക്കും. പിന്നെ ഒരു വൃദ്ധസദനമുണ്ട്, അമ്മച്ചിമാർ 25 അമ്മച്ചിമാരുള്ള വൃദ്ധസദനം. ആരും ഇല്ലാത്തവരാണ് അവരൊക്കെ. അപ്പോൾ ഞങ്ങൾ അവിടെ ഞാനൊരു ഫ്രണ്ടോ എൻ്റെ മക്കളോ ആയിട്ട് ഞങ്ങളവിടെ പോയി പൊതുച്ചോറ് കൊണ്ടു കൊടുക്കുകയും ഊണ് വീട്ടിലുണ്ടാക്കി പാത്രങ്ങളാക്കി അവിടെ കൊണ്ട് വണ്ടി പിടിച്ച് കൊണ്ടു കൊടുക്കും. അവർക്ക് ക്രിസ്മസിന് ഓണത്തിന് തുണി വാങ്ങി കൊടുക്കും. അങ്ങനെയുള്ള കാരുണ്യ പ്രവൃത്തിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കഴിയുന്നത് ഉടമ്പടി എടുക്കുന്ന മുമ്പേ ഞാൻ ചെയ്യുന്നുണ്ട്, പക്ഷേ അതൊക്കെ ഒരു പൂർണ്ണ മനസ്സോടെ ആയിരുന്നില്ല എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ഇപ്പോൾ പൂർണ്ണ മനസ്സോടെ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു വിഷമം മാത്രമേ എനിക്കുള്ളൂ. എന്നെക്കൊണ്ട് കഴിയുന്ന സഹായം ഞാൻ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. പിന്നെ എന്തും ദിവ്യബലിക്ക് പങ്കെടുക്കുന്നുണ്ട്. പള്ളിയിൽ പോയില്ലെങ്കിൽ സമാധാനമില്ല, സന്തോഷമില്ല. കാരണം അന്നത്തെ ദിവസം ഗ്ലൂമി ആയിരിക്കും. എനിക്ക് അവിടെ പോയി ഈശോയെ കാണാം, ക്രൂശിത രൂപം കാണുമ്പോൾ എന്നെ കണ്ണറിയാതെ നിറയും. അത് ഈ 1 വർഷം കൊണ്ട് അങ്ങനെ തന്നെയാണ്. എല്ലാ ദിവസം പള്ളിയിൽ പോകുമ്പം എനിക്ക് ഈശോയുടെ ക്രൂശിത രൂപത്തിൽ നോക്കുമ്പോഴത്തേക്കും അറിയാതെ കണ്ണ് നിറഞ്ഞു പോകും. തിരുവോസ്തി ഇപ്പോൾ ഈശോ കാസ ഉയർത്തുമ്പോൾ ഈശോ ഓസ്തി മുറിക്കുന്ന സമയത്ത് ഞാൻ ഓർക്കും, എൻ്റെ ഈശോയാണല്ലോ ഈ കീറി മുറിക്കണമെന്ന് ചിന്തിച്ച് ഭയങ്കരമായിട്ട് മാനസിക സംഘർഷം, അവിടെ നിന്ന് പൊട്ടിക്കരയാൻ തോന്നുന്നു എനിക്ക്. അങ്ങനെയൊക്കെ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇടവക പള്ളിയിൽ അച്ഛനോട് പറഞ്ഞിട്ടുമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു 2-3 പ്രാവശ്യം തിരുവോസ്തി നാവിൽ വാങ്ങിയപ്പോഴത്തേക്കും ഈശോയുടെ മാംസമാണല്ലോ, മാംസത്തിൻ്റെ അതേ ഒരു ഇതിലാണ് എൻ്റെ നാവിൽ വന്നിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് അകത്തിറക്കാനും ഒക്കുന്നില്ല, പുറത്തിറക്കാനും തുപ്പാനും പറ്റുന്നില്ല അവസ്ഥയിൽ. എനിക്ക് ഭയങ്കര കരച്ചിലായിരുന്നു, വിങ്ങലായിരുന്നു ഹൃദയത്തിനകത്ത്. എനിക്ക് എങ്ങനെ പറഞ്ഞു തരുന്ന ആരും വിശ്വസിക്കുമല്ലോ എനിക്കറിയാം. പക്ഷേ അതൊരു മാനസികാവസ്ഥ അനുഭവിച്ചറിഞ്ഞു.
കാര്യമാണ്. അതുപോലെ ഞാൻ ഉടമ്പടി പ്രാർത്ഥന സമയത്ത്, വെളുപ്പിന് പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ ഉടമ്പടി നീലത്തിരിയിൽ തിരുഹൃദയത്തിൻ്റെ രൂപം ഒരു 5-6 പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ മക്കളെയും വിളിച്ച് കാണിച്ചിട്ടുണ്ട്. ഞാൻ മൊബൈൽ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അതുപോലെ കെരൂബ്, എൻ്റെ തിരിയിൽ തന്നെ കെരൂബ് എന്താണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അറിയാം, പക്ഷേ ഞാൻ കണ്ടിട്ടില്ലല്ലോ, അറിയില്ല. അങ്ങനെ ഞാൻ ഈ ഫോട്ടോ എടുത്തിട്ട് ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും കെരൂബ് മാലാഖയുടെ രൂപമാണ് എനിക്ക് ആ തിരി വന്നിട്ടുണ്ട്. അതും എൻ്റെ മൊബൈലിലുണ്ട്. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവിൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിലെ കുടുംബ സമാധാനം ഇല്ലാതിരിക്കുന്ന സമയത്തൊക്കെ ഒരുപാട് അനുഗ്രഹങ്ങൾ മാധവ കൃപാസനമ്മ സഞ്ചാരി മാധവൻ്റെ കൂടെ തന്നെയുണ്ട്. എന്നും ഈ 35 വർഷത്തിൽ ഞാൻ ഇപ്പം മാർത്തോമാ സഭ വിശ്വാസിയായിരുന്നു. 23 വയസ്സിന് ശേഷമാണ് ഞാൻ കത്തോലിക്ക വിശ്വാസത്തിലോട്ട് വന്നത്. അതുമുതൽ എൻ്റെ കയ്യിൽ എപ്പോഴും കൊന്തയുണ്ടാവും. എൻ്റെ കഴുത്തിൽ 15 വയസ്സ് മുതലേ കൊന്തയുണ്ട്. പക്ഷേ എൻ്റെ കയ്യിൽ ഈ 23 വയസ്സിന് ശേഷം കയ്യിലും കൊന്തയുണ്ട്. ഈ കൊന്തയില്ലാത്തൊരു ജീവിതം എനിക്കില്ല. എങ്ങോട്ട് പോയാലും കൊന്തയും കൊണ്ടേ പോകുള്ളൂ. വീട്ടിൽ പുറത്തിറങ്ങി കൊന്തയും കൊണ്ടേ പോകുള്ളൂ. അത്രയ്ക്ക് എനിക്ക് മാതാവിനെ ഇഷ്ടമാണ്. ഞാൻ ഇനി നിങ്ങളോട് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ എന്ത് നടക്കില്ല എന്ന് വിചാരിക്കുന്നുണ്ടോ, നമ്മുടെ ജീവിതത്തിൽ നടക്കില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ, പക്ഷെ ആ ചിന്ത വേണ്ട. നമുക്ക് കൃപാസന മാതാവ് ഉണ്ട്. നമുക്ക് എന്ത് കാര്യത്തിനും ഈശോയോട് നമുക്ക് ചോദിച്ച് വാങ്ങിത്തന്നെ ഒരു അമ്മയുണ്ട്. നമ്മുടെ വീട്ടിൽ നമ്മുടെ അമ്മയുടെ അടുത്ത് പറയും, അമ്മ എനിക്ക് ഇന്നത് പപ്പയുടെ വാങ്ങിത്താന്ന് പറയും. ആ സംഭവമാണ്. പക്ഷെ അതുപോലെ തന്നെയാണ് നമ്മൾ ഇവിടെ വന്നിട്ട് മാതാവ് ഈശോയുടെ ഒന്ന് വാങ്ങിത്താ എന്ന് കണ്ണീരോടൊന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം മതി. ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വൻ വിജയം തന്നെ. നിങ്ങളുടെ ജീവിതം എത്ര പരാജയപ്പെട്ടോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ സാമ്പത്തികമായിട്ട് എത്ര ബുദ്ധിമുട്ട് അനുഭവിച്ചോട്ടെ, എന്ത് തന്നെ ആയാലും നമ്മുടെ കൃപാസന അമ്മ നിങ്ങൾ ഒരു ദിവസത്തിന് മുന്നേ തന്നെ കൈപിടിച്ച് നിങ്ങൾ ഉയർത്തിയിരിക്കും. ഈശോ അമ്മയും എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ തന്ന അനുഗ്രഹങ്ങൾക്ക് 1000 നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം വിരമിക്കുന്നു. ദൈവത്തിന് സ്തുതി. എക്സലൂട്ട്. ജോഷുവയുടെ ഗ്രന്ഥത്തിൽ പറയുന്നു, നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവിൻ, കർത്താവ് നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. വലിയൊരു അത്ഭുതമാണ് വിശുദ്ധ കുമ്പസാരത്തിലൂടെ ഇന്ദുലേഖ തനിക്ക് ഈശോയെ തൊടുവാനായിട്ടുള്ളൊരു വലിയ അനുഭവം സാധിച്ചെടുത്തത്. നമ്മൾ ബൈബിളിൽ കാണുന്ന രക്തസ്രാവക്കാരി സ്ത്രീ മാത്രമാണ് ഈശോയെ തൊട്ടു എന്ന് നമ്മൾ പറയുന്നത്. ഈശോ ചോദിക്കുന്നു, എന്നെ ആരാണ് തൊട്ടത്? ഈശോയെ തൊട്ട ഒരു അനുഭവം ഇന്ദുലേഖ ഇവിടെ നമ്മുടെ മുമ്പിൽ കാഴ്ചവെക്കുകയായിരുന്നു, വെളിപ്പെടുത്തുകയായിരുന്നു. എല്ലാ കാര്യങ്ങളിലും ഒരുപാട് അനുഭവങ്ങൾ, ഈശോ നാവിലലിയുന്ന ഒരു പ്രത്യേക അനുഭവം, ഈശോയുടെ അതേ തിരുശരീരം അനുഭവിക്കുവാൻ സാധിക്കുന്ന വലിയ അനുഭവം, അതൊരു വലിയ കൃപയാണ്, എല്ലാവർക്കും കിട്ടാത്തൊരു കൃപയാണ്. വിശുദ്ധ കുർബാനയോടും വിശുദ്ധ കുമ്പസാരത്തോടും മാലാഖമാരോടുമുള്ള വലിയ ആദരവും അവരിൽ നിന്ന് ലഭിക്കുന്ന കൃപകളും സന്തോഷവും ആത്മീയ ആനന്ദവുമൊക്കെ ഇന്ദുലേഖ നമ്മളുടെ ഇടയിൽ പങ്കുവയ്ക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു കാര്യം വിശുദ്ധ വസ്തുക്കളുടെ ഉപയോഗം. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മളോട് എപ്പോഴും പറയാറുണ്ട്, വിശുദ്ധ വസ്തുക്കൾ നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്യണമെന്ന്. വിശുദ്ധ വസ്തുക്കൾ ആക്ടിവേറ്റ് ചെയ്യുന്നതിൻ്റെ വലിയ ഉദാഹരണങ്ങളാണ് താൻ ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിച്ചുവോ. പ്രത്യേകിച്ചും വീൽ ചെയറിലിരുന്ന ഒരാൾ എണീറ്റ് നടന്ന് വാതിൽ തുറന്ന് നടന്നു വരുന്നത് കാണുന്ന ഒരു വലിയ അത്ഭുതം, അത് കുമ്പസാരത്തിലൂടെ ലഭിക്കുന്ന വിടുതൽ അത്ഭുതം വലുതാണ്. എല്ലാ അനുഗ്രഹങ്ങൾക്കും, കുടുംബത്തിനും നാടിനും തിരുസഭയ്ക്കും വേണ്ടി ഇന്ദുലേഖ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും വേണ്ടി നമുക്ക് ഇപ്പോൾ വളരെ നല്ലൊരു കയ്യടിയൊരിക്കൽ കൂടി നൽകിക്കൊണ്ട് ഈശോയ്ക്കും മാതാവിനും ഈ സാക്ഷ്യം സമർപ്പിക്കാം. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് റിനി, ഇതെൻ്റെ ഹസ്ബൻഡ് ബ്ലേസ്, മകൻ ലൂക്ക്. ഞങ്ങൾ കാനഡയിൽ നിന്നാണ് വരുന്നത്. ഒത്തിരി സന്തോഷത്തോടെ ഞാൻ ഇവിടെ നിൽക്കുന്നത്. കാരണം ഞാൻ ഈ ഒരു മൊമെൻറ്റിന് വേണ്ടി ഒത്തിരി നാളായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഡിസംബർ 22, 2022. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് എൻ്റെ ഹസ്ബൻഡ് കാനഡയിലാണ്. അപ്പോൾ എനിക്ക് കാനഡയിലേക്ക് പോകണം. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ വിസിറ്റർ വിസയ്ക്ക് അപ്ലൈ ചെയ്തു. അത് 3 മാസം വെയിറ്റ് ചെയ്തിട്ട് റിജക്ഷനാണ് വന്നത്. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഞാൻ എൻ്റെ PR-ൻ്റെ ആപ്ലിക്കേഷൻ ഇട്ടു. പക്ഷേ അതിൻ്റെ പ്രോസസ്സിങ് ടൈം ഏകദേശം 1 ഇയറോളം ഉണ്ട്. അപ്പോൾ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഞങ്ങളുടെ ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറിക്കെങ്കിലും ഒരുമിച്ചായിരിക്കണമെന്ന്. അങ്ങനെ ഞാനിവിടെ ഡിസംബർ 22, 2022 വന്ന് ഉടമ്പടി എടുത്തു. എൻ്റെ ഫസ്റ്റ് നിയോഗം തന്നെ അതായിരുന്നു. ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് ഒന്നും കൂടെ തോന്നി വിസിറ്റർ വിസ ഒന്നും കൂടെ അപ്ലൈ ചെയ്യാമെന്ന്. അങ്ങനെ വിസിറ്റർ വിസയ്ക്ക് അപ്ലൈ ചെയ്തു. കൃത്യം 15ാമത്തെ ദിവസം ഞങ്ങൾക്ക് വിസിറ്റർ വിസ അപ്രൂവലാണ് കിട്ടിയത്. പ്രോസസ്സിങ് ടൈം അതിലും കൂടുതലായിരുന്നു. പക്ഷേ ഇത് മാതാവ് ഇടപെട്ടുകൊണ്ടാണ് ഞങ്ങൾക്ക് കൃത്യം 2 ആഴ്ചയ്ക്കുള്ളിൽ ഞങ്ങൾക്ക് അപ്രൂവൽ കിട്ടിയത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്നുള്ളത്, എനിക്ക് കാനഡയിൽ ചെന്ന് പഠിക്കാനായിരുന്നു ആഗ്രഹം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടുന്ന് IELTS എഴുതി മാക്സിമം സ്കോറൊക്കെ കിട്ടിയിട്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ രണ്ടാമത്തെ നിയോഗം അത് തന്നെ എഴുതി. അപ്പോൾ ഞാൻ ഈ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഞാൻ IELTS എഴുതിയിട്ടുണ്ട്. അന്ന് എനിക്ക് 7 കിട്ടി. അത് ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ കഴിവുകൊണ്ട് കിട്ടിയതാണ്.
അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് IELTS എഴുതി. അപ്പോഴും എനിക്ക് 7 തന്നെ കിട്ടി. അപ്പോൾ എനിക്ക് വിഷമമായിപ്പോയി. ഇപ്പം ഞാൻ എൻ്റെ പ്രാർത്ഥന കുറഞ്ഞു പോയതുകൊണ്ടായിരിക്കാമെന്ന് ഞാൻ ചിന്തിച്ചു. ഒന്നും കൂടെയൊക്കെ പ്രാർത്ഥിച്ച് ഒന്നും കൂടെ IELTS എഴുതി. അപ്പോഴും എനിക്ക് 7 തന്നെ കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാം വിധി, അങ്ങനെയൊക്കെ ഞാൻ വിശ്വസിച്ചു. പക്ഷെ എനിക്ക് തോന്നി അത് കഴിയുമ്പോൾ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി ആദ്യത്തെ പ്രാവശ്യം പുതുക്കി. എന്നിട്ട് വീട്ടിൽ ചെന്നപ്പോൾ എനിക്ക് തോന്നി അന്ന് റിവാലുവേഷൻ അയക്കാം. റിവാലുവേഷൻ ഇച്ചിരി എക്സ്പെൻസീവാണ്. അപ്പോൾ എനിക്കത് താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ അന്നേരം അങ്ങനെ തോന്നി ഞാൻ ഒന്നും കൂടെ റിവാലുവേഷൻ അയച്ചു. ഒരാഴ്ചക്കുള്ളിൽ എനിക്ക് റിസൾട്ട് മാറി. എൻ്റെ സ്കോർ 8 ആയി എനിക്ക് കിട്ടി. അത് എന്നെ അറിയുന്നവർക്കറിയാം, എനിക്ക് 8 കിട്ടാനുള്ള ഒരു യോഗ്യതയില്ല, മാതാവ് തന്നെ തന്നതാണത്. പിന്നെ വിസ കിട്ടി. ഞാൻ കാനഡയിൽ ചെന്ന് 1 മന്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയി. അപ്പോൾ ഞാൻ വിസിറ്റർ വിസയിൽ തന്നെയാണ്. അപ്പോൾ വിസിറ്റർ വിസയിൽ നിന്നുകൊണ്ട് ഡോക്ടറെ കാണുക എന്നുള്ളതൊക്കെ ഇച്ചിരി എക്സ്പെൻസീവാണ്, നമുക്ക് അത് പറ്റുന്നതല്ല. അപ്പോൾ ഞാൻ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. 2 വീക്സിനുള്ളിൽ തന്നെ എൻ്റെ PR-ൻ്റെ പ്രോസസ്സിങ് കംപ്ലീറ്റ് ആയി. എനിക്ക് PR കിട്ടുകയും പിന്നെ ഡോക്ടറെ കണ്ട് പ്രഗ്നൻസി എല്ലാം കൺഫേം ചെയ്യാനൊക്കെ സാധിച്ചു. പിന്നെ പ്രഗ്നൻസി ടൈമിൽ എനിക്ക് കുറച്ച് കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. 4th മന്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ചെറിയ ബ്ലീഡിങ് വരികയും ഡോക്ടറെ അടുത്ത് പോയപ്പോൾ അത് സെർവിക്കൽ പോളിപ്പാണ്, അത് ബയോപ്സിക്ക് അയക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് പേടിച്ചെങ്കിലും ഞാൻ പിന്നെ കരുതി മാതാവുണ്ടല്ലോ, ഞാൻ എന്തിനു പേടിക്കണം. അങ്ങനെ അത് ബയോപ്സിക്ക് അയച്ച് അത് റിസൾട്ട് നെഗറ്റീവായി മാതാവ് തന്നു. പിന്നെ പ്രഗ്നൻസി ടൈമിൽ എനിക്ക് ഷുഗർ ടെസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ ഡയബറ്റിക് ആണെന്ന് അറിഞ്ഞു. ഡയറ്റെല്ലാം കൺട്രോൾ ചെയ്ത് നോക്കി, പക്ഷേ ഒന്നും കൺട്രോൾ നിൽക്കുന്നുണ്ടായിരുന്നില്ല, ഷുഗർ കൺട്രോൾ നിൽക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ പതിയെ ഇൻസുലിനൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഒത്തിരി വിഷമമുള്ളൊരു ടൈമായിരുന്നു എനിക്കത്. കാരണം തീരെ ചെറുപ്പത്തിൽ തന്നെ ഇൻസുലിനൊക്കെ എടുക്കേണ്ടി വരിക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇമോഷണലി മെൻ്റലി ഞാൻ ഭയങ്കര വീക്കായിപ്പോയി. അതാർക്കും അറിയില്ല, എനിക്ക് മാതാവിന് മാത്രമേ അറിയുള്ളൂ. ഞാൻ ഒറ്റയ്ക്കിരുന്നൊക്കെ ഒത്തിരി ഞാൻ മാതാവിനെ വിളിച്ച് കരയായിരുന്നു, എനിക്കിങ്ങനെ വന്നല്ലോ. പക്ഷെ ഞാൻ അപ്പോഴൊക്കെ പ്രാർത്ഥിച്ചു, ഞാൻ എന്ത് സഹിച്ചോളാം, എനിക്ക് ഹെൽത്തി ആയിട്ട് ഒരു കുട്ടീനെ തന്ന് അനുഗ്രഹിച്ചാൽ മതി ഞാൻ പറയുമായിരുന്നു. അപ്പോഴൊക്കെ എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, റിനിക്ക് നോർമൽ ഡെലിവറി ആവാൻ വല്ല ചാൻസും ഉണ്ടോയെന്ന് ചോദിച്ചത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് എന്തായാലും ഈ C-സെക്ഷനേ ഉള്ളൂ എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. അതുകൊണ്ട് ഞാൻ മാതാവിനോട് എനിക്ക് നോർമൽ ഡെലിവറി ഇതൊന്നും ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷെ അവിടെ മാതാവ് ഇടപെട്ട് എനിക്ക് നോർമൽ ഡെലിവറി തന്ന് ഹെൽത്തി ആയിട്ടൊരു കുട്ടീനെ തന്ന് അനുഗ്രഹിച്ചു. അപ്പോൾ ഞാൻ പ്രഗ്നൻസി നമ്മൾ ഹോസ്പിറ്റൽ ബാഗൊക്കെ പാക്ക് ചെയ്യുമ്പോൾ ഉടമ്പടി തൈലം ഞാൻ കരുതി ബാഗിൽ ഞാൻ വെച്ചു. കൊച്ച് പുറത്ത് വരുന്ന മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഞങ്ങൾ ഉടമ്പടി തൈലം ഉപയോഗിച്ച് നെറ്റിയിൽ കുരിശ് വരച്ച് കൊച്ചിൻ്റെയും ഷുഗർ എല്ലാം നോർമലായിരുന്നു. എൻ്റെ ഡയബറ്റീസ് മാറി കിട്ടി. മാതാവ് തന്ന ഒരു അനുഗ്രഹമാണത്. പിന്നെ ഞാനിവിടെ ആദ്യമായി വന്ന് ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ 5ാമത്തെ നിയോഗമായി ഞാൻ എഴുതിയതാണ് കാനഡയിൽ ഞങ്ങൾക്കൊരു വീട് മേടിക്കുക എന്നുള്ളത്. ഞാൻ വെറുതെ തമാശയ്ക്ക് എഴുതി വെച്ച കാര്യമാണ്. ഞാൻ ആഗ്രഹിച്ചത് കാനഡയിൽ ചെന്ന് ഒരു 2-3 ഇയേഴ്സൊക്കെ കഴിഞ്ഞിട്ട് വീട് മേടിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഞാനതെല്ലാം മറന്നു. പക്ഷെ മാതാവ് ഞാൻ കാനഡയിൽ പോയ വർഷം തന്നെ ഞങ്ങൾക്ക് വീട് മേടിക്കാനുള്ളൊരു അനുഗ്രഹം തന്ന് അനുഗ്രഹിച്ചു. പിന്നെ പറയാനുള്ളത്, ഈ വീട് മേടിക്കണമെങ്കിൽ ഞങ്ങൾക്ക് 2 പേർക്കും ഒരു പെർമനൻറ്റ് ജോലി ആവശ്യമാണ്, എന്നാലാണ് ലോൺ അപ്രൂവൽ കിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് അവിടെ പോയിട്ട് കിട്ടിയ ജോലി എന്ന് പറയുന്നത് കോൺട്രാക്ട് ബേസിസിലുള്ളതാണ്. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യും, 1 മന്ത് കഴിയുമ്പോഴേക്കും അവരെനിക്ക് കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്ത് തരും. അങ്ങനെയാണ് ഞാൻ ജോലി ചെയ്തിരുന്നത്. അപ്പോൾ ഞാൻ എംപ്ലോയറിനോട് എൻ്റെ എംപ്ലോയ്മെൻറ്റ് ലെറ്റർ ആവശ്യപ്പെട്ടപ്പോൾ എനിക്കറിയാം ഞാൻ എന്തായാലും കോൺട്രാക്റ്റിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എനിക്കതെന്തായാലും എംപ്ലോയ്മെൻറ്റ് ലെറ്ററിൽ ഓൺ എ കോൺട്രാക്ട് ബേസിസിൽ എഴുതി തരും എന്നെനിക്ക് ഉറപ്പായിരുന്നു. പക്ഷെ ഞാൻ അവരോട് അതൊന്നും ആവശ്യപ്പെട്ടില്ല. പക്ഷെ എനിക്ക് അവർ തന്നപ്പോൾ ഞാൻ അവിടുത്തെ പെർമനൻറ്റ് എംപ്ലോയി എന്ന് തന്നെ എനിക്ക് അവർ തന്നു. എൻ്റെ കൂട്ടത്തിൽ ഇതിനു വേണ്ടി അപ്ലൈ ചെയ്തവർക്കെല്ലാം വർക്കിംഗ് ഓൺ എ കോൺട്രാക്ട് ബേസിസ് എന്നാണ് കൊടുത്തത്. അത് അപ്പോൾ എൻ്റെ നോർത്ത് ഇന്ത്യൻ ഫ്രണ്ട്സൊക്കെ ഉണ്ട്, അവരെൻ്റെ അടുത്ത് ചോദിച്ചു ഇതെങ്ങനെ റിനിക്ക് മാത്രം ഇതെങ്ങനെ കിട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചു, മാതാവ് എനിക്ക് തന്നു. അത് മാതാവ് തന്നൊരു അനുഗ്രഹമാണ്. ഞങ്ങൾക്ക് അങ്ങനെ വീട് മേടിക്കാനും സാധിച്ചു. പിന്നെ ഡെലിവറി എല്ലാം കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഞാൻ എൻ്റെ ഭാവിയെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കാൻ തുടങ്ങി. എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ എല്ലാം ഒരു നിലയിലൊക്കെ എത്തി, ഞാൻ മാത്രം എവിടെ എത്തിയിട്ടില്ല. അപ്പോൾ ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു എന്തായിരിക്കും എൻ്റെ ഫ്യൂച്ചർ എന്നൊക്കെ ആലോചിച്ച്. അപ്പോഴാണ് തോന്നിയത് എനിക്ക് ഞാൻ അവിടെ പോയി നഴ്സിങ്ങിന് അപ്ലൈ ചെയ്യാം, അഡ്മിഷൻ കിട്ടുമോ എന്ന് നോക്കാം. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് തന്നെ പറഞ്ഞു കോമ്പറ്റീറ്റീവാണ്, നീ അപ്ലൈ ചെയ്യണ്ട, നിനക്ക് കിട്ടില്ല എന്ന് തന്നെ പറഞ്ഞു. ഞാൻ വിചാരിച്ചു വെറുതെ അപ്ലൈ ചെയ്യാം, മാതാവ് തരണമെങ്കിൽ തരട്ടെ. അങ്ങനെ നഴ്സിങ്ങിന് അപ്ലൈ ചെയ്തു. എനിക്ക് നല്ലൊരു യൂണിവേഴ്സിറ്റി തന്നെ നഴ്സിങ്ങിന് അഡ്മിഷൻ ലഭിച്ചു. എൻ്റെ ഫസ്റ്റ് ഇയർ കഴിഞ്ഞു, വെക്കേഷനാണ്, ഒരു ഗ്യാപ്പിലാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. പിന്നെ ഞാൻ കഴിഞ്ഞ വർഷം ഒരു ഓൺലൈൻ ഉടമ്പടി എടുത്തു. ഞാൻ വെറുതെ എടുത്തതാണ്, കാരണം എനിക്ക് ഈ ഉടമ്പടി തന്നെ ജീവിച്ചു പോകാനാണ് എനിക്കിഷ്ടം.
അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ അതിലൊരു നിയോഗമാണ് 2025 ഏപ്രിലിൽ എനിക്ക് ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്നുള്ളത്. ഞാൻ എഴുതിയത് 2025 ഏപ്രിലാണ്. ഞാൻ വന്നത് ഏപ്രിലാണെങ്കിൽ ഇപ്പോൾ മെയ്യിലാണ് എനിക്ക് സാക്ഷ്യം പറയാനായിട്ട് സാധിച്ചത്. മാതാവിന് ഒത്തിരി നന്ദി. ഞങ്ങൾക്കിവിടെ വരാനുള്ളൊരു ഫിനാൻഷ്യൽ സിറ്റുവേഷനൊന്നും ആയിരുന്നില്ല. പക്ഷെ അതെൻ്റെ ഒരു അതിമോഹമായിരുന്നു ഇവിടെ വരിക എന്നുള്ളത്, വന്ന് സാക്ഷ്യം പറയുക എന്നുള്ളത്. പക്ഷേ മാതാവ് ആ കറക്റ്റ് ടൈമായപ്പോൾ വരാനുള്ള എല്ലാ സാഹചര്യവും ഒരുക്കി തന്നി. ഫിനാൻഷ്യലി ആണെങ്കിൽ എല്ലാത്തിനും മാതാവ് ഒരു വഴി കാണിച്ചു തന്നു എന്നുള്ളതാണ്. പിന്നെ ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ എൻ്റെ ആദ്യത്തെ നിയോഗം എന്നുള്ളത് ഞാൻ എൻ്റെ പേരൻസിനും ഹസ്ബൻഡിൻ്റെ പേരൻസിനും ആരോഗ്യം കൊടുക്കണം എന്നാണ് പ്രാർത്ഥിച്ചത്. ആ ഉടമ്പടി എടുത്ത് 3 മാസത്തിനുള്ളിലാണ് എൻ്റെ അപ്പച്ചന് നെഞ്ചുവേദന പോലെ വരുന്നു, ഡോക്ടറെ കാണണം എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ മാതാവിനോട് സംസാരിക്കുന്ന ആളാണ്. അപ്പം മാതാവിനോട് ചോദിച്ചത് എനിക്ക് പണിയാണല്ലോ തന്നതെന്നാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ ആൻജിയോഗ്രാമൊക്കെ ചെയ്തപ്പോൾ ചെറിയൊരു ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ അത് കുഴപ്പമില്ല, മെഡിസിൻ എല്ലാം എടുത്താൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പിന്നെ അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഉടമ്പടി എടുത്ത് ആ 3 മാസം പൂർത്തിയാവുന്ന മുമ്പ് തന്നെ മാതാവ് അത് കാണിച്ചു തന്നതാണെന്ന് എനിക്കത് മനസ്സിലായി. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, പക്ഷേ മെഡിസിൻ എല്ലാം എടുത്ത് അത് മാതാവ് അത് എല്ലാം ഓക്കെ ആക്കി തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഹസ്ബൻഡിന് അവിടുത്തെ കനേഡിയൻ നാഷണൽ റെയിൽവേയിൽ ജോലി ലഭിക്കുകയും ഇപ്പോൾ അവിടെ ജോലി ചെയ്യുകയും ചെയ്യുകയാണ്. പിന്നെ എനിക്ക് ഞാൻ ഒരു സാക്ഷ്യം ഞാൻ മുടക്കാറില്ല. യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ സാക്ഷ്യങ്ങളും ഞാൻ കാണും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാക്ഷ്യം കാണുക എന്നുള്ളത്. ഞാൻ അതുപോലെ ചൊവ്വാഴ്ചത്തെ ധ്യാനം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസം എന്ന് പറഞ്ഞാൽ ചൊവ്വാഴ്ചയാണ്. എനിക്ക് ചൊവ്വാഴ്ച എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞങ്ങൾക്ക് അവിടെ രാവിലെ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ വൈകുന്നേരമാണ്. അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ ഇരുന്ന് ധ്യാനം കൂടുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പിന്നെ എനിക്ക് ഒത്തിരി രോഗസൗഖ്യങ്ങൾ ലഭിച്ചു. അവിടെ എനിക്ക് വിൻ്ററിൻ്റെ ടൈം ആകുമ്പോൾ എൻ്റെ നിപ്പിളിൽ എപ്പോഴും ഇങ്ങനെ ക്രാക്ക് വരുമായിരുന്നു. എനിക്കത് ഒത്തിരി പെയിൻഫുള്ളായിരുന്നു. ഞാൻ അതിന് മെഡിസിൻ ഓയിൻമെൻറ്റ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ഞാൻ ഒരു ദിവസം ഉടമ്പടി തൈലം എടുത്ത് പ്രാർത്ഥിച്ച് എൻ്റെ നിപ്പിളിൽ ഞാൻ തേച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ അത് ഹീലായി. ഇപ്പം എനിക്ക് ഒരു പ്രശ്നമില്ല. അതുപോലെ തന്നെ എൻ്റെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം എനിക്ക് ചെറുതായിട്ട് ഇങ്ങനെ പൈൽസ് പോലെ വരുമായിരുന്നു. അത് ഒത്തിരി പെയിൻഫുള്ളായിരുന്നു. ഞാനപ്പോൾ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് ഞാൻ പ്രാർത്ഥിച്ച് അത് കുടിച്ചു 2 ദിവസം. അത് കഴിഞ്ഞപ്പോഴേക്കും അതും മാറി കിട്ടി എനിക്ക്. പിന്നെ ഇടയ്ക്ക് വരുമെങ്കിലും അതത്ര കുഴപ്പമില്ല, എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വരുന്നത്. മാതാവ് അത് എനിക്ക് ഓക്കെ ആക്കി തന്നു. പിന്നെ പറയാനുള്ളത്, ഇടയ്ക്ക് എനിക്ക് കഴിഞ്ഞ ടേമിൽ ഞാൻ പഠിക്കുമ്പോൾ എൻ്റെ ഒരു കോഴ്സ്, എനിക്ക് ഫിസിയോളജി എന്നൊരു കോഴ്സ് എടുക്കാനുണ്ട്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ആ കോഴ്സിലെല്ലാം ഫില്ലായിരിക്കുകയാണ്, ഒരു സീറ്റ് പോലും ഇല്ല. അപ്പം ഞാൻ അന്ന് ഉടമ്പടി ധ്യാനം കൂടിയപ്പോൾ മാതാവിനോട് ഞാൻ പറഞ്ഞു, ഞാനിത് കൂടിക്കഴിഞ്ഞ് നോക്കുമ്പോൾ എനിക്കായിട്ടൊരു സീറ്റ് അവിടെ വേണം. അങ്ങനെ ഞാൻ ആ ധ്യാനം കൂടിക്കഴിഞ്ഞ് ഇതെടുത്ത് നോക്കുമ്പോൾ എനിക്കായിട്ട് ഞാൻ ഒരാഴ്ചയായിട്ട് നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. എപ്പോഴും 0 എന്നാണ് കാണിച്ചുകൊണ്ടിരുന്നത്. ധ്യാനം കൂടിക്കഴിഞ്ഞെന്നാന്ന് നോക്കുമ്പോൾ എനിക്കായിട്ട് ഒരു സീറ്റ് ആ കോഴ്സിലുണ്ടായിരുന്നു. എനിക്കതിൽ എടുക്കാനും പറ്റി, ആ കോഴ്സ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാനും പറ്റി. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാൻ എപ്പോഴും എൻ്റെ കാശ് രൂപ എനിക്ക് ഡെലിവറിയുടെ സമയത്ത് ഹോസ്പിറ്റലിൽ വെച്ച് മിസ്സായി. എന്നാൽ എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയ ലോക്കറ്റ് ഞാൻ എപ്പോഴും എൻ്റെ മാലയിൽ ഇടുമായിരുന്നു. അതെപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊച്ചു പിടിച്ചിങ്ങനെ വലിക്കുമ്പോൾ അത് പൊട്ടിപ്പോവുകയും എവിടെയെങ്കിലും വെച്ച് വീണ് പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ ഓഗസ്റ്റിൽ അതിങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. അപ്പോൾ എനിക്ക് ഒത്തിരി വിഷമം തോന്നി. പക്ഷെ ഞാൻ മാതാവിനോട് വിളിച്ച്, ചിലപ്പോൾ മാതാവ് ഞാൻ ഇടയ്ക്ക് പ്രാർത്ഥനയിൽ നിന്നൊക്കെ കുറഞ്ഞു പോകുന്നതുകൊണ്ടാണോ അങ്ങനെ പോകുന്നതെന്നൊക്കെ ഞാൻ ചിന്തിച്ചു. പക്ഷെ അത് ഒരു 4 ഡേയ്സ് കഴിഞ്ഞപ്പോൾ എനിക്ക് അത് പ്രതീക്ഷിക്കാത്തൊരു സ്ഥലത്തു നിന്ന് എനിക്ക് ആ ലോക്കറ്റ് കിട്ടുകയും ചെയ്തു. അതുപോലെ തന്നെ ഡിസംബറിൽ ഒന്നുകൂടെ എനിക്ക് ആ ലോക്കറ്റ് മിസ്സായി. അപ്പോൾ അന്നൊക്കെ ഞാൻ മാധവനോട് ഇങ്ങനെ പറയായിരുന്നു, ഇവിടെ ഒത്തിരി ലോക്കറ്റ് ഉണ്ട്, അതൊന്നും എടുത്തിടുന്ന് ഞാൻ വിചാരിക്കണ്ട, എനിക്ക് ആ ലോക്കറ്റ് തന്നെ എനിക്ക് തന്നേക്കണം എന്ന് ഞാൻ മാധവനോട് പറയുമായിരുന്നു. അങ്ങനെ ആ ലോക്കറ്റ് അതും പ്രതീക്ഷിക്കാത്തൊരു സ്ഥലത്ത് നിന്ന് മാതാവ് എനിക്ക് തന്നനുഗ്രഹിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ എനിക്ക് തോന്നും മാതാവ് എൻ്റെ കൂടെയുണ്ട് എനിക്ക് തോന്നും. പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, ഞാൻ ഇവിടെ ഒത്തിരി പത്രമൊക്കെ കൊടുത്തിട്ടാണ് ഞാൻ കാനഡയിലേക്ക് പോയത്. അവിടെ പോയപ്പോഴാണ് ഞാൻ ഒത്തിരി പത്രം അവിടെ കൊടുത്തത്. എപ്പോഴും ഞങ്ങളുടെ പേരൻസ് ആരെങ്കിലുമൊക്കെ അങ്ങോട്ട് വരും, പത്രം ഒത്തിരി കൊണ്ടുവരും, ഞാൻ അവിടുത്തെ പള്ളിയിലൊക്കെ കൊടുക്കും. കാരുണ്യ പ്രവർത്തികൾ ചെയ്യാനായിട്ട് നമുക്ക് അവിടെ ഒത്തിരി ഇങ്ങനെ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് എനിക്ക് വിഷമമായിരുന്നു, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ഇവിടെ ആയിരുന്നെങ്കിൽ ഞാൻ ഒത്തിരി കാരുണ്യ പ്രവർത്തികൾ ചെയ്യും, അതെനിക്കും അറിയാം, മാതാവിനും അറിയാം. പക്ഷേ എനിക്ക് അവിടെ ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ സാക്ഷ്യങ്ങൾ എല്ലാ ദിവസവും ഇങ്ങനെ കേൾക്കുമ്പോൾ എനിക്ക് വിഷമമായിരുന്നു. എല്ലാവരും എന്തൊക്കെയോ ചെയ്യുന്നു, എനിക്കിതൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നൊരു വിഷമമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഒത്തിരി മുടിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോടും അമ്മയോടും ചോദിച്ചു, ഞാൻ മുടി വെട്ടി ഷോർട്ട് ആക്കട്ടെ. അപ്പോൾ ഇവർ പറഞ്ഞില്ല, നിനക്ക് മുടി ഉള്ളതാണ് ഭംഗി.
അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ആ മുടി വെട്ടി അത് ഡൊണേറ്റ് ചെയ്യുന്നതല്ലേ എനിക്ക് അന്നേരം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാരുണ്യ പ്രവൃത്തി. ഞാൻ അങ്ങനെ എൻ്റെ മുടി വെട്ടി അത് ഞാൻ ഡൊണേറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം, എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നു. പിന്നെ ഞാൻ ഒത്തിരി നാൾ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത് എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ചു അന്ന് ഞാൻ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ എൻ്റെ ഒരു 20 വയസ്സൊക്കെ ഉള്ളപ്പോൾ ഞാൻ വിചാരിച്ച കാര്യം നമ്മളെന്തിന് നമ്മുടെ ബ്ലഡ് മറ്റുള്ളവർക്ക് കൊടുത്ത് സഹായിക്കണം, നമ്മൾ വേദന സഹിച്ച് അതൊക്കെ എന്തിനു ചെയ്യണം എന്നൊക്കെ ഞാൻ ഒരിക്കലും ചെയ്യില്ല എന്ന് വിചാരിച്ചിരുന്ന കാര്യമാണ്. പക്ഷേ എനിക്ക് ഈ ഉടമ്പടിയിൽ ജീവിച്ചു തുടങ്ങിയ പിന്നെയാണ് എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നി. ഞാൻ അവിടെ വെച്ച് ഒരു തവണ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുകയും ചെയ്തു. മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി. ഇനി ഇവിടെ വന്ന് സാക്ഷ്യം പറയാനുള്ള ഒരു അനുഗ്രഹം തരുമെന്ന് വിശ്വസിക്കുന്നു. സങ്കീർത്തനങ്ങൾ 41:12 എൻ്റെ നിഷ്കളങ്കത നിമിത്തം അവിടുന്ന് എന്നെ താങ്ങുകയും എന്നേക്കുമായി അവിടുത്തെ സന്നിധിയിൽ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്തു. റീനി വർഗീസ് എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച നിരവധിയായ ദൈവാനുഭവങ്ങളെ, സന്തോഷകരമായ അത്ഭുതങ്ങളെ ഈ അൾത്താരയിൽ നന്ദിപൂർവ്വം കൃപാസന മാതാവിന് സമർപ്പിക്കുന്നു. മകൾ പറയുന്നുണ്ട്, ആദ്യം IELTS പരീക്ഷ എഴുതുവാൻ വേണ്ടി ആദ്യം സ്വന്തം കഴിവിലെഴുതി ഒരു സ്കോർ ലഭിച്ചു. അമ്മയുടെ തിരുനടയിൽ ഉടമ്പടി എടുത്ത് അല്പം കൂടി മെച്ചപ്പെട്ടതിന് വേണ്ടി ആഗ്രഹിച്ചു. 8 പോയിൻ്റ് നൽകി അമ്മ മാതാവ് ആ പരീക്ഷ കൂടുതൽ മെച്ചപ്പെടുത്തി അനുഗ്രഹിച്ചു. പിന്നീട് കാനഡയിൽ പോകുവാൻ വേണ്ടിയുള്ള കുടുംബത്തിൻ്റെ പരിശ്രമങ്ങളിൽ തടസ്സങ്ങളെല്ലാം മാറി വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് അമ്മ മാതാവ് ആ കുടുംബത്തെ കാനഡയിലേക്ക് പോകുവാനുള്ള വഴികൾ തുറന്നു കൊടുത്തു. അവിടെ ചെന്ന് നഴ്സിംഗ് പഠിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി അതിൻ്റെ പരിശ്രമത്തിൽ മകൾ ഏർപ്പെടുകയും ആ പഠനത്തിലേക്ക് പ്രവേശിക്കുവാൻ അമ്മ മാതാവ് മകളെ വഴി നടത്തി. ജീവിത പങ്കാളിക്ക് അവിടെയുള്ള റെയിൽവേയിൽ ജോലിയിലേക്ക് പ്രവേശിക്കുവാനുള്ള വഴികൾ തുറന്നു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഭൗതികമായി ജീവിതത്തെ ഒന്ന് സെറ്റിൽ ചെയ്യുവാൻ, അതോടൊപ്പം അവിടെ ഒരു വീട് കണ്ടെത്തി ആ കുടുംബം ഒന്ന് സുരക്ഷിതമായി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള വഴികൾ അമ്മ മാതാവ് തുറന്നു കൊടുത്തതാണ് സാക്ഷ്യത്തിൽ ആവർത്തിച്ച് തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരുന്നത്. മറ്റൊന്ന് ഈ കുഞ്ഞിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ്. പ്രഗ്നൻസിയുടെ കാലത്തുണ്ടായ പ്രയാസങ്ങൾ, പിന്നെ ആരോഗ്യമുള്ള കുഞ്ഞ് പ്രദാനം ചെയ്തതിന് ശേഷം മകൾ അനുഭവിച്ചിരുന്ന പൈൽസിൻ്റെ വിഷയങ്ങളും മറ്റ് ശാരീരികമായ പ്രയാസങ്ങളും, വിൻ്ററിൻ്റെ സമയത്തുണ്ടായിരുന്ന ശാരീരികമായ പ്രയാസങ്ങൾ ഓരോന്ന് പറയുമ്പോഴും മകളുടെ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത ഒരു കമ്മ്യൂണിക്കേഷനാണ്. ഉടമ്പടി എടുക്കുന്നവർക്ക് ലഭിക്കുന്ന ഒരു അനുഗ്രഹം കൂടിയാണത്. അമ്മ മാതാവിനോട് നിരന്തരം സംസാരിക്കുവാൻ, അത് അമ്മയെപ്പോലെ വിളിച്ച് സംസാരിച്ചുകൊണ്ട് ഒരു നിർദ്ദേശം തേടുവാനും നമ്മുടെ ജീവിതത്തെ കൊടുക്കുവാനും പറ്റുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ്റെ വേഗതയും സുതാര്യതയും ഉടമ്പടിയിൽ നമ്മളെപ്പോഴും കാണാറുണ്ട്. മകളൊരു 11ഓളം കാര്യങ്ങൾ ഈ സാക്ഷ്യത്തിൽ ചെറുതും വലുതുമായി ഓരോന്നോരോന്ന് എടുത്തു പറയുന്നുണ്ട്. എനിക്ക് എന്തൊരാവശ്യം വരുമ്പോഴും ഞാനത് അമ്മ മാതാവിനോട് ചോദിക്കുകയോ അമ്മ മാതാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുകയോ ചെയ്യുമ്പോൾ അമ്മ എനിക്ക് വേണ്ടി കൂടെ നിന്ന് ഈശോപ്പയെ കൊണ്ട് അതെല്ലാം അനുവദിച്ചു തരുന്നു, നേടിത്തരുന്നു. പ്രിയമുള്ളവരെ, ഉടമ്പടി നമ്മളെ ബലപ്പെടുത്തുന്നത്, ആത്മധൈര്യമുള്ളതാക്കുന്നത്, നമ്മൾ ഒറ്റയ്ക്കല്ല ഈ ജീവിതം തുഴയുന്നത്. നമുക്ക് കൂടെ തുഴയുവാൻ നമ്മളിലും ശക്തിയുള്ള, കൃപയുള്ള, നമ്മളെ ഏതു തരത്തിലും സഹായിക്കുവാൻ കെൽപ്പുള്ള ഒരമ്മ കൂടെയുണ്ട്. അതുകൊണ്ട് അസാധ്യമെന്ന് കരുതുന്നവ നമുക്ക് മാറിപ്പോകുന്നു, നമുക്കത് സാധ്യമാക്കി തരുന്നു. വേദനയുടെ കടന്നു പോകുന്ന വിഷയങ്ങൾക്ക് വേഗം ആശ്വാസം നൽകി നമ്മളെ സഹായിക്കുന്നു. അതോടൊപ്പം ഒരു വഴിതെളിയാതെ ഭാവി എന്താകും എന്നൊക്കെ ആകുലപ്പെട്ട് ജീവിതം മുന്നോട്ട് പോകുമ്പോൾ സുരക്ഷിതമായ തീരത്ത് കപ്പലണയുന്നത് പോലെ നമ്മുടെ ജീവിതത്തെ, കുടുംബത്തെ അമ്മ മാതാവ് കരം പിടിച്ച് കൂടുതൽ ശ്രേയസ്സുള്ള, സാമ്പത്തിക ഭദ്രതയുള്ള, ആരോഗ്യമുള്ള തീരത്തേക്ക് നമ്മളെ അണച്ചുകൊണ്ടിരിക്കും. അതാണ് മകളുടെ വാക്കുകളിലൂടെ നിരന്തരം പറയുക. എൻ്റെ ജീവിതം സുരക്ഷിതമാക്കി, എൻ്റെ ദാമ്പത്യത്തെ സുരക്ഷിതമാക്കി, ബലവത്താക്കി, എൻ്റെ കുടുംബത്തെ സുരക്ഷിതമാക്കി, എൻ്റെ വേദനകളെ മാറ്റിത്തന്നു. അങ്ങനെ അമ്മ മാതാവ് സമയ ചുരുക്കത്തിൽ ഈ എൻ്റെ ജീവിതത്തിൽ നൽകിയ ഈ വലിയ അനുഗ്രഹങ്ങളെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നുവെന്ന്. പ്രിയമുള്ളവരെ, ഉടമ്പടി നമുക്ക് ഗ്യാരൻറ്റീഡാണ്. നമ്മൾ അമ്മ മാതാവിനെ ആഗ്രഹിച്ച് സ്നേഹിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തിയാണോ ജീവിക്കുന്നത്, ഈശോയിൽ നിന്ന് അമ്മ നമുക്ക് വേണ്ടി പ്രത്യക്ഷീകരണത്തിൻ്റെ കൃപയാൽ നമുക്ക് മെറിറ്റുകൾ ഇല്ലാതിരിക്കുമ്പോഴും നമ്മളെ സഹായിക്കുവാൻ കൂടെ നിന്ന് നമുക്ക് വേണ്ടി നിലപാടെടുത്ത് അനുഗ്രഹിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ട് ഉടമ്പടിയിലായിരിക്കുമ്പോൾ ഓർക്കണമേ, നമ്മൾ വലിയ സാന്നിധ്യത്തിൻ്റെ,
വലിയ സംരക്ഷണത്തിൻ്റെ കരവലയത്തിലാണ് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ജോസഫ് അച്ഛൻ പറയുക, നിങ്ങൾ ഉടമ്പടിയിൽ എഴുതി സമർപ്പിക്കുന്ന നിയോഗങ്ങൾ അതവിടെ നിക്ഷേപിച്ചതിന് ശേഷം നിങ്ങളുടെ ജീവിതം, ഉടമ്പടി ജീവിതം അത് വൃത്തിയായി ചെയ്യുവാനായിട്ട് ശ്രദ്ധിക്കണമെന്ന്. മാതാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചതിനെ എങ്ങനെ അനുഗ്രഹിച്ച് തിരികെ തരണമെന്ന് അമ്മ മാതാവിന് നന്നായിട്ടറിയാം. നമ്മൾ ഉടമ്പടിയിൽ ആഴപ്പെടുമ്പോൾ നമ്മുടെ നിയോഗങ്ങൾ ഈശോപ്പായിലൂടെ നിരന്തരം അനുഗ്രഹിക്കപ്പെടുന്നത് കാണുവാനാകും. ഈ കുടുംബത്തോടൊപ്പം ഇവർക്ക് ലഭിച്ച എല്ലാ നന്മകൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. എൻ്റെ പേര് അനു, ഇതെൻ്റെ പപ്പ സിബി. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഏപ്രിൽ മാസം 2024 ഉടമ്പടി എടുക്കാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡിന് നല്ലൊരു ജോലി ഉണ്ടായിരുന്നില്ല. 2018 പാസ് ഔട്ടാണ്. നല്ല കോളേജിൽ നിന്നൊക്കെയാണ് പാസ് ഔട്ട് ചെയ്തത്. പക്ഷെ ഒരിക്കലും കുറേ അധികം ജോലികൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിരുന്നില്ല. ഭയങ്കര മെൻ്റൽ പ്രഷറായിരുന്നു. കോർപ്പറേറ്റ് ജോലിയിൽ ഒക്കെ നിങ്ങൾക്ക് അറിയാലോ, ഭയങ്കര പ്രഷറുള്ള ജോലികളാണ് കിട്ടിയിരുന്നത്. അങ്ങനെ ഞങ്ങൾ 2024 എൻ്റെ ബ്രദർ കാനഡയിലാണ്. അപ്പോൾ ഞങ്ങൾക്ക് വിസ അപ്ലൈ ചെയ്തപ്പം ഞങ്ങൾക്കത് കിട്ടി. പക്ഷേ PR-ന് അപ്ലൈ ചെയ്തിട്ട് ഞങ്ങൾക്കത് കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ഹസ്ബൻഡ് ജോലി ഉപേക്ഷിക്കുകയും ചെയ്തായിരുന്നു. എനിക്ക് വർക്ക് ഫ്രം ഹോം ആയിരുന്നു. പക്ഷേ എനിക്ക് ഹസ്ബൻഡിന് ജോലി ഇല്ലാത്തതിനാൽ എനിക്ക് ഒത്തിരി മാനസിക വിഷമമായിരുന്നു. ഹസ്ബൻഡിനും ഭയങ്കര സങ്കടമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ മമ്മിയും പപ്പയും ഓൾറെഡി ഉടമ്പടിയിലാണ്. അങ്ങനെ മമ്മി പറഞ്ഞിട്ടാണ് ഞാൻ ഏപ്രിലിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾക്ക് ഒത്തിരി അധികം സങ്കടങ്ങളുണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. രാവിലെ ഇന്ന് ഞങ്ങൾ പള്ളിയിൽ പോകുമായിരുന്നു. ഞങ്ങൾക്കൊരു കുഞ്ഞു വാവയുണ്ട്. ഞങ്ങൾ അവനോട് കൂടെ ഞങ്ങൾ എന്നും രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ഞങ്ങൾ പള്ളിയിൽ പോകും, കുമ്പസാരിക്കും, ബൈബിൾ വായിക്കും, ഒരുമിച്ചിരുന്ന് ഞങ്ങൾ 3 പേരും കൂടെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കും. ആ സമയത്തൊക്കെ ഞങ്ങൾക്ക് വിഷമം ഉണ്ടെങ്കിലും ഞങ്ങൾക്കൊരു പ്രത്യാശയുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ദുബായിലോട്ട് പോകാമെന്നുള്ളൊരു തീരുമാനം ഞങ്ങൾക്ക് വരുന്നത്. അങ്ങനെ ജൂലൈ എൻഡ് ആയപ്പോഴേക്കും ഹസ്ബൻഡ് ദുബായിലോട്ട് പോവുകയാണ്. പിന്നീട് അവിടെ ഹെൽപ്പ് ചെയ്യാൻ ഒരു ദൈവദൂതനെ പോലെ തന്നെ ഞങ്ങൾക്കൊരു അങ്കിളിനെ കിട്ടി. എൻ്റെ മമ്മീൻ്റെ കസിൻ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ ഹസ്ബൻഡ് അവിടെ ജോലിക്ക് കയറി. അവിടെ ജോലി ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി. പിന്നെ ഞാൻ ഉടമ്പടിയിൽ വെച്ചിരിക്കുന്ന മെയിൻ ആയിട്ട് ഓഗസ്റ്റ് 5 എൻ്റെ മോൻ്റെ 1ാം പിറന്നാളാണ്. അതിന് മുമ്പായിട്ട് ആ ഡേറ്റ് ഇട്ടിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡിന് നല്ലൊരു ജോലി കിട്ടണേ ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ രാവിലെ എന്നും 5:30 ഹസ്ബൻഡ് ഞാനും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുകയും പള്ളിയിൽ പോവുകയൊക്കെ ചെയ്തു. ഓഗസ്റ്റ് 4 രാത്രി ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. മാതാവ് 4 ആയി. ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസ് ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയില്ല. എന്താ മാതാവെന്ന് ചോദിച്ചു. പിന്നെ എനിക്ക് തൈറോയിഡിന് പ്രശ്നമുള്ളതുകൊണ്ട് രാത്രികാലങ്ങളിൽ ഞാനങ്ങനെ ഉറങ്ങാറില്ല. 12 മണിക്ക് ശേഷമൊക്കെയാണ് ഞാൻ ചിലപ്പോൾ ഉറങ്ങുക. അങ്ങനെ ഞാൻ മെസ്സേജ് സ്ക്രോൾ ചെയ്യുമ്പം എൻ്റെ ഹസ്ബൻഡ് മെസ്സേജ് അയച്ചിരിക്കുകയാണ്, നാളെ എനിക്ക് ഇൻ്റർവ്യൂ ഉണ്ട്, നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പ്രത്യക്ഷീകരണം പ്രാർത്ഥനയും ചൊല്ലി ഉപ്പ് ഇട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ ഹസ്ബൻഡ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയി. അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു, തൈലം പുരട്ടി പ്രാർത്ഥിച്ചു. 4 പേരാണ് ഇൻ്റർവ്യൂ. ഒരു ബ്രസീൽ ബേസ്ഡ് കമ്പനിയാണ്, ഒരു കോസ്മെറ്റിക് ബേസ്ഡ് കമ്പനിയാണ്. അപ്പോൾ അവിടെ 4 പേരുണ്ടായിരുന്നു. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അന്ന് തന്നെ പോസിറ്റീവ് റിസൾട്ട് വന്നു. യു ആർ സെലക്റ്റഡ്, ഞങ്ങൾ നീ ആയിട്ട് ഭയങ്കര ഇംപ്രസ്ഡ് ആണ്, സോ യു ക്യാൻ ജോയിൻ സൂൺ എന്ന് പറഞ്ഞു. സാലറി ചോദിച്ചത് ഹസ്ബൻഡ് ചോദിച്ച് കുറഞ്ഞ സാലറി ആയിരുന്നു. പിന്നെ അങ്കിള് പറഞ്ഞു കുറച്ചും കൂടെ കൂടുതൽ ചോദിക്കണം, കാരണം ഫാമിലി ആയിട്ട് നീ മൂവ് ചെയ്യാനുള്ളതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് കൂടുതൽ ചോദിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം ജോബിൻ എക്സ്പെക്റ്റഡ് സാലറി ചോദിച്ചു. അപ്പം അവർ പറഞ്ഞു നീ ആ സാലറി തന്നെ ജോയിൻ ചെയ്തു. ഓഗസ്റ്റ് 11 നീ ജോയിൻ ചെയ്യണമെന്ന്. ഓഗസ്റ്റ് 11 എന്ന് പറയുന്നത് ഒരു ട്യൂസ്ഡേ ആണ്. അതായത് ഞങ്ങൾക്ക് എന്ത് സങ്കടമോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്ത് വരുന്നതും ഞങ്ങൾക്ക് ചൊവ്വാഴ്ചകളിലാണ് വരുന്നത്. അങ്ങനെ ജോബിൻ ആ ജോലിക്ക് ജോയിൻ ചെയ്തു. ജോബിൻ പഠിച്ചത് IT ആൻഡ് ഫൈനാൻസ് ആണ്. അത് തന്നെ ജോലി ആ ഒരു ബേസ് തന്നെ ജോലിക്ക് കയറി. ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ രണ്ടാമത്തെ സാക്ഷ്യം പറയുന്നതിന് വേണ്ടിയിട്ട് അതിനു മുമ്പ് ഞാനൊരു വചനം പറയാം. സങ്കീർത്തനങ്ങൾ 23:4. മരണത്തിൻ്റെ താഴ്വരയിലൂടെയാണ് ഞങ്ങൾ പോകുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞങ്ങൾ ഭയപ്പെടുകയില്ല. 2019
2019 വർഷത്തിലാണ് എൻ്റെ പപ്പ ഉടമ്പടി എടുക്കുന്നത് ആദ്യമായിട്ട്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീടും സ്ഥലവും ഒരു കസിന് വേണ്ടിയിട്ട് പണയം വെക്കാൻ വേണ്ടിയിട്ട് ബാങ്കിൽ കൊടുത്തു. പപ്പയാണ് ജാമ്യം നിന്നത്. അത് 2016 ഈ സംഭവം നടക്കുന്നത്. പിന്നെ 2018 ബാങ്ക് നോട്ടീസ് അയക്കുകയാണ്, നിങ്ങളുടെ ഡ്യൂ ആയിരിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 2,20,00,000. ഞങ്ങൾ ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി. കാരണം ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല, അവരൊരിക്കലും ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇത്രയും എമൗണ്ടിനാണ് ഇത് കടമെടുത്തിരിക്കുന്നതെന്ന്. ഞങ്ങൾ ഷെയ്ക്കായിപ്പോയി. പക്ഷേ ഞങ്ങളുടെ ഉടമ്പടിയിലുള്ള ബലത്തിൽ 2019 ഉടമ്പടി എടുത്ത ആ സമയത്ത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു ബലം കിട്ടി. ഞങ്ങൾക്ക് സങ്കടം ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞങ്ങൾക്കൊരു സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ബാങ്കിൻ്റെ ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് വീട്ടിലോട്ട് വന്ന് ഞങ്ങളെ മാനസികമായിട്ട് ഒത്തിരിയധികം വിഷമിപ്പിക്കുമായിരുന്നു. അങ്ങനെ ഈ ഒരു അവസ്ഥയിൽ അവർ നാട് മൊത്തം വിളിച്ചു പറഞ്ഞു പോയി, സിബിയുടെ സ്ഥലം ലേലം വിളിക്കാൻ പോവുകയാണ്. ആ സമയത്തൊക്കെ ഞങ്ങൾ ഓടി വന്ന് ഞങ്ങൾ മാതാവിൻ്റെ ഈശോൻ്റെ മുമ്പിൽ ഞങ്ങൾ പ്രാർത്ഥിക്കും. മമ്മി എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവേ ഈശോയെ ഈ സഹനങ്ങൾ തന്ന അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു, ഞങ്ങളെ ഒരു സാക്ഷിയായിട്ട് ഉയർത്തണമേ എന്ന് ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് സ്റ്റേ ഓർഡർ കിട്ടി. 2020 ഒക്കെ ആയപ്പോൾ ഞങ്ങൾക്ക് സ്റ്റേ ഓർഡർ കിട്ടി, ഇതിനുള്ള സ്റ്റേ ഓർഡർ കിട്ടി. പക്ഷേ 2024 ജൂലൈ ആയപ്പോഴേക്കും സ്റ്റേ ഓർഡറിൻ്റെ കാലാവധി കഴിഞ്ഞു. അങ്ങനെ ബാങ്കുകാർ പൊസഷന് വരികയാണ്. ഓഗസ്റ്റിൽ വന്നു. അതിന് മുമ്പായിട്ട് ഞങ്ങൾക്ക് നോട്ടീസുകളൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. ഓഗസ്റ്റിലാകുമ്പോൾ അവർ പൊസഷന് വരും എന്ന് പറഞ്ഞിട്ട് നോട്ടീസ് അയച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എൻ്റെ പപ്പയും മമ്മിയും കൂടെ ഇവിടെ അച്ഛനെ കാണാൻ വേണ്ടി വന്നു. അപ്പോൾ അച്ഛൻ തലേ കൈ വെച്ച് പ്രാർത്ഥിച്ചു പറഞ്ഞു, നിങ്ങളിവിടെ സാക്ഷ്യപ്പെടുത്താൻ വരണം എന്ന് പറഞ്ഞു. ആ ഒരു വേർഡ് ഞങ്ങൾക്ക് കിട്ടിയപ്പം ഞങ്ങൾക്ക് ഭയങ്കരധികം ഒരു പോസിറ്റീവ് റെസ്പോൺസ്. ഞങ്ങളുടെ ചുറ്റുമുള്ളവർ ഞങ്ങൾ ഒത്തിരി അധികം കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് അവർ പറഞ്ഞിരുന്നു, നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും ഇറങ്ങാൻ റെഡി ആയിരുന്നോ എന്നൊക്കെ ഞങ്ങളോട് മാനസികമായിട്ട് ശക്തി വേണമെന്നൊക്കെ പറയുമായിരുന്നു. പക്ഷേ എനിക്ക് ഭയങ്കര ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ പറയുമായിരുന്നു, ലാസ്റ്റ് മൊമെൻറ്റിൽ ദൈവദൂതൻ വരുന്നു എപ്പോഴും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ ഓഗസ്റ്റ് മാസം പൊസഷന് വേണ്ടി അവർ വന്നു. എൻ്റെ പപ്പയും ഞാനും കൂടെ രാവിലെ എന്നും വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പ് വീടും ചുറ്റുമിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പൊസഷൻ എടുക്കാൻ വന്നെങ്കിലും ലാസ്റ്റ് മൊമെൻറ്റിൽ അവർ പോയി, പൊസഷൻ എടുക്കാതെ പോയി. പിന്നെ 2 ദിവസത്തിന് ശേഷം അവർ വന്നു പറഞ്ഞു, സെറ്റിൽമെൻറ്റിന് സംസാരിക്കാൻ വേണ്ടിയിട്ട് ബാങ്കിൽ വരണമെന്ന് പറഞ്ഞു. അപ്പം അവർ പറഞ്ഞു, അതൊക്കെ സംഭവിക്കുന്ന ഒരു ചൊവ്വാഴ്ച ദിവസങ്ങളിലാണ്. പിന്നെ അവർ പറഞ്ഞു 1 കോടി 4 ദിവസത്തിനുള്ള അടയ്ക്കണം എന്ന് പറഞ്ഞു. അത്ഭുതമെന്ന് പറയട്ടെ, കുറച്ച് പേര് ഞങ്ങളുടെ അവിടുത്തെ സ്ഥലം എടുത്തു. കസിൻസ് തന്നെയാണ് എടുത്തത്. 1 കോടി അങ്ങനെ ഞങ്ങൾ അടച്ചു. പിന്നെ സെറ്റിൽമെൻറ്റിന് സംസാരിക്കാൻ വന്നപ്പം ഒരു സഹോദരൻ പറഞ്ഞു, ഇങ്ങനെ ഞങ്ങളുടെ അവസ്ഥ കണ്ടപ്പോൾ ആ സഹോദരൻ അത് ഏറ്റെടുത്തു. ആ സമയത്ത് ഒരു ദേവദൂതൻ വന്ന പോലെയായിരുന്നു ഞങ്ങൾക്ക്. ഞങ്ങളുടെ സ്ഥലം ഏറ്റെടുത്തു. അവർ പറഞ്ഞു, ഞാൻ ചെയ്തോളാം, ഞാൻ ഏറ്റെടുത്തോളാം, നിങ്ങളുടെ കട ഞാൻ അടച്ചോളാം എന്ന് പറയുകയാണ്. എന്നിട്ട് ആ 3 മാസത്തിനുള്ളിൽ ജനുവരി ഫെബ്രുവരിക്കുള്ളിൽ അദ്ദേഹം ആ കടം അടച്ചു തീർത്തു. മാർച്ചിലായിരുന്നു ഞങ്ങളുടെ ബാക്കിയുള്ള സ്ഥലം, ഞങ്ങളുടെ വീടും കുറച്ച് സ്ഥലം ഞങ്ങൾക്ക് കിട്ടി. ബാക്കിയുള്ള സ്ഥലം ഞങ്ങൾക്കത് കൊടുക്കേണ്ടി വന്നു. പക്ഷേ ഞങ്ങളുടെ മരണത്തിൻ്റെ നിഴൽവീണ താഴ്വരയിൽ കൂടെ ഞങ്ങൾ നീങ്ങിയപ്പോൾ ഞങ്ങളെ സംരക്ഷിച്ച് ഞങ്ങളുടെ ഈശോയാണ്. ഞങ്ങൾക്ക് നഷ്ടങ്ങളൊന്നും ഞങ്ങൾക്ക് സാരമില്ല. ഞങ്ങളെ രക്ഷിച്ച ഈശോയ്ക്കും മാതാവിനും ഒത്തിരി കോടാനുകോടി നന്ദി. പിന്നെ ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുമ്പം ഞങ്ങൾ ഉടമ്പടിക്ക് മുമ്പും ഉടമ്പടിക്ക് ശേഷം ഞങ്ങൾ ഒത്തിരി അധികം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പാവങ്ങളെ സഹായിക്കുമായിരുന്നു. ഭവനമില്ലാത്തവർക്ക് ഭവനങ്ങൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു തുണ്ട് ഭൂമി ഇല്ലാത്തവർക്ക് സ്ഥലം മേടിക്കാൻ വേണ്ടി പപ്പ പൈസ കൊടുത്തിട്ടുണ്ട്. അതേപോലെ അനാഥാലയത്തിൽ ഞങ്ങൾ മാസം തോറും ഞങ്ങൾ ഫുഡ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒത്തിരി അധികം പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ പപ്പയാണെങ്കിലും പത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. കൃപാസന പത്രങ്ങൾ കൊടുക്കുമായിരുന്നു. പിന്നെ ഇപ്പോഴും കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ കൃപാസനത്തിലേക്ക് കുറേ പേരെയൊക്കെ എത്തിച്ചിട്ടുണ്ട് ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെയാണ് ഞങ്ങൾ ചെയ്ത പ്രേക്ഷിത പ്രവർത്തനം. ഞങ്ങൾക്ക് ഇത്രയധികം അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ എൻ്റെ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി. സങ്കീർത്തനം 34 6 മുതൽ 8 വരെ തിരുവചനങ്ങൾ.
ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു, എല്ലാ കഷ്ടതകളിൽ നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു. കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. കർത്താവ് ഇത്ര നല്ലവനെന്ന് രുചിച്ചറിയുവൻ, അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. അനുസിബി എന്ന ഈ മകൾ പിതാവിനോടൊപ്പം ചേർന്ന് കുടുംബത്തിന് ലഭിച്ച 2 വലിയ അനുഗ്രഹങ്ങളെ സാക്ഷ്യപ്പെടുത്തുന്നു. ആദ്യത്തേത്, ജീവിത പങ്കാളിക്ക് ഒരു ജോലിയില്ലാതെ ക്ലേശിച്ചിരുന്ന നാളുകളിൽ അമ്മ മാതാവിൻ്റെ തിരുനടയിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും നിയോഗം സമർപ്പിക്കുകയും ചെയ്തതിലൂടെ, പ്രത്യേകിച്ച് ഡേറ്റിട്ട് പ്രാർത്ഥിച്ചത് മകൾ പറയുന്നുണ്ട്. ഉടമ്പടിയിലായിരിക്കുന്നവർ അമ്മ മാതാവിൻ്റെ പ്രത്യേകമായ സാന്നിധ്യത്തെ അമ്മ മാതാവിൻ്റെ ജീവിതത്തിൽ ഉടമപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന പ്രാർത്ഥനയാണത്. ഡേറ്റിട്ട് പ്രാർത്ഥിക്കുമ്പോൾ മകൾ ആഗ്രഹിച്ച അതേ തീയതിയിൽ തന്നെ ജീവിത പങ്കാളിക്ക് ഒരു ഇൻ്റർവ്യൂവിൽ പങ്കെടുത്ത് ജോലി ലഭിച്ചു എന്നതാണ് സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുന്നത്. ഏറെ നാളുകൾ ജോലിയില്ലാതെ ക്ലേശിച്ചിരുന്നു. എല്ലാ വഴികളും അടയുമ്പോൾ പരിശുദ്ധമ്മ മാതാവ് അത്ഭുതകരമായി മകൾക്കും കുടുംബത്തിനും ഒരു തൊഴിൽ നൽകി വിദേശത്ത് അനുഗ്രഹിച്ചതിനെ സാക്ഷ്യപ്പെടുത്തി. രണ്ടാമത്തത്, ഒരു കൂട്ടരെ സഹായിക്കുവാനായി കുടുംബം ചെന്നതാണ്. പക്ഷെ വലിയ ആപത്തായി അത് തീരുന്ന സാഹചര്യത്തെയാണ് വെളിപ്പെടുത്തുന്നത്. അതും എല്ലാ കാര്യങ്ങളും പ്രതികൂലമായി പോകുന്നു. സമ്പത്തും വസ്തുവകകളും നഷ്ടപ്പെടുന്ന രീതിയിൽ കാര്യങ്ങളെല്ലാം മാറി മറിയുന്നു. എങ്കിലും മകൾ ആവർത്തിച്ച് പറയുന്നുണ്ട്, ഒരിക്കലും ഞങ്ങൾ നിരാശപ്പെട്ട് മാതാവിൽ നിന്നും മടങ്ങിയിട്ടില്ല. ഓരോ തവണയും കൂടുതൽ പ്രത്യാശയോടുകൂടി കോടികളുടെ കടബാധ്യതയിലും അമ്മയുടെ അരികിൽ വന്ന് പ്രത്യാശയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. ഉടമ്പടി ജീവിതത്തിൻ്റെ പ്രത്യേകതയാണ് സന്ദേശങ്ങളിലൂടെ, ചില വ്യക്തികളുടെ ഇടപെടലുകളിലൂടെ നമ്മുടെ ജീവിതത്തെ അമ്മ മാതാവും ഈശോതമ്പുരാനും നയിച്ചുകൊണ്ടിരിക്കും എന്നത്. അതിൻ്റെ അടയാളപ്പെടുത്തൽ തന്നെയാണ് സഹോദരി പറയുന്നതും. ആ നിയോഗം അടയ്ക്കുവാനാവാത്തത്ര തുക, മൊത്തം നഷ്ടപ്പെടുന്ന അവസ്ഥകളിൽ ഓരോ സമയത്തും ഓരോ വ്യക്തികൾ അതിൽ ഇടപെട്ടുകൊണ്ട് ആ പ്രശ്നങ്ങൾ മുഴുവനും പരിഹരിക്കും വിധം, ആർക്കും വലിയ നഷ്ടങ്ങളൊന്നും ഉണ്ടാകാത്ത വിധം ആ വിഷയത്തെ 2 കോടിയിലധികം 3 കോടിയോളം വരുന്ന കടബാധ്യതകൾ മാറ്റിയെടുക്കുവാൻ കുടുംബത്തെ സഹായിച്ചതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം പങ്കുവയ്ക്കുന്നത്. ആ തുക ചെറുതല്ലെന്ന് നമുക്കറിയാം. ആ കുടുംബം കടന്നുപോയ തീച്ചുളയുടെ വേദനകൾ എത്രത്തോളമെന്നും ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഓരോ തവണയും വീടും സ്ഥലവും ജപ്തി ചെയ്തു കൊണ്ടുപോകുവാൻ എന്ന വിധം നിരന്തരം ആളുകൾ വന്നുകൊണ്ടിരിക്കുക, അവരുടെ പരുഷമായ വാക്കുകൾ കേൾക്കുക, നിസ്സഹായാവസ്ഥയിൽ നിൽക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ. അപ്പോഴൊക്കെയും ആകെ ബലമായുള്ളത് അമ്മ മാതാവിൻ്റെ ഉപ്പ് വീടിന് ചുറ്റും വിതറി പ്രാർത്ഥിച്ച് കോട്ട കെട്ടുന്നത് പോലെ അമ്മ ദൂതരെ ഈ ഭവനത്തിന് ചുറ്റും ഇത് നഷ്ടപ്പെടാതിരിക്കുവാൻ ഞങ്ങൾക്ക് കൂട്ടായി നൽകണമേ എന്ന ശരണപ്പെടൽ മാത്രമായിരുന്നു. മകൾ പറയുന്നുണ്ട്, അത് തന്നെയാണ് സെറ്റിൽമെൻറ്റിന് വേണ്ടി വിളിക്കുമ്പോൾ ദൂതരെ അയച്ചുകൊണ്ട് ആദ്യം കുറച്ച് ബന്ധുക്കളും രണ്ടാമത് മറ്റൊരു വ്യക്തിയും ആ വിഷയത്തിലേക്ക് ഇടപെട്ട് ഇവർ പോലും വിചാരിക്കുന്നതിനപ്പുറം ആ നിസ്സാരമായി സമയച്ചുരുക്കത്തിൽ ആ വിഷയം പരിഹരിച്ചു കൊടുത്ത് കടബാധ്യതകൾ നീക്കിക്കൊടുത്ത് സമാധാനത്തോടെ ജീവിതം നയിക്കുവാൻ കുടുംബത്തെ സഹായിച്ചത്, അനുഗ്രഹിച്ചത്. പ്രിയമുള്ളവരെ, തിച്ചുളയിലൂടെ നടക്കുമ്പോഴും അമ്മയുടെ കരം നാം പിടിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ മാതാവ് നിശ്ചയം നമ്മളെ സുരക്ഷിതമായി പൊള്ളലേൽക്കാതെ പുറത്തു കൊണ്ടുവരും. എത്ര കണ്ട് കഥനത്തിൻ്റെ കണ്ണീരിൻ്റെ ജീവിതാവസ്ഥയിലൂടെ നാം ഇങ്ങനെ മുന്നോട്ട് വലയുമ്പോഴും അമ്മ മാതാവിൻ്റെ ഉടമ്പടിയിൽ പ്രത്യാശയർപ്പിച്ച് നൃത്തവസ്തുക്കൾ വിശ്വാസത്തോടെ നാം ഉപയോഗിച്ചുകൊണ്ടാണ് ജീവിക്കുന്നതെങ്കിൽ അത് ജീവിതത്തിനകത്തും പുറത്തും ശരീരത്തിനകത്തും പുറത്തും നാം വ്യാപരിക്കുന്ന ഇടങ്ങളിലൊക്കെയും പ്രത്യേകമായ ഒരു ആത്മധൈര്യവും സന്തോഷവും പ്രത്യാശയും നമുക്ക് കൈമാറിക്കൊണ്ടിരിക്കും. ഇതിവിടെ അവസാനിക്കില്ല. ഇതിൽ നിന്ന് പുറത്തു വരുവാൻ പറ്റുന്ന കൃപ, ബലം എൻ്റെ അമ്മ വഴി എൻ്റെ ഈശോയിലൂടെ എനിക്ക് ലഭിക്കുമെന്ന്. അപ്രകാരം ജീവിതത്തെ വീണ്ടും ഐശ്വര്യത്തിലേക്ക്, സമാധാനത്തിലേക്ക് നയിച്ച കുടുംബത്തിൻ്റെ സാക്ഷ്യമാണ് നമ്മൾ കേട്ടത്. ഈ കുടുംബത്തിന് ലഭിച്ച ഈ നന്മകളെ ഓർത്ത് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം.